ഒരു ദൈവവൈതലിനെ പറ്റി നടത്തിപ്പുകാര് ഓർക്കുമ്പോൾ പേര് പറയുമ്പോൾ സ്തോത്രം പറയാൻ അവർക്ക് താല്പര്യം വർദ്ധിക്കണം. ആ ഒരു അന്തരീക്ഷം ദൈവമക്കൾ ഒരുക്കി കൊടുക്കണം. നടത്തിപ്പുകാരും ആയിക്കോട്ടെ. ഉദാഹരണമാണ്, പിണങ്ങരുത്, ഉദാഹരണമാണ്. ഇപ്പോൾ ഈ സഭയിലെ ഒരു സഹോദരൻ, ഉദാഹരണമാണേ, ഞാനൊരു പേരിടുക, ആ പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യമല്ല, ഞാനൊരു പേരിടുന്നു, ക്ഷമിച്ചേക്കണം. പാപ്പച്ചൻ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇവിടുത്തെ നടത്തിപ്പുകാര് പറയുക, ഉദാഹരണമാ, കർത്താവേ പാപ്പച്ചനായി സ്തോത്രം. ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമാണല്ലോ, ഒരു കൂട്ടായ്മയും മുടക്കത്തില്ല. വന്നാൽ കൈയടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വേലയ്ക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ താൻ വളരെ പ്രയോജനമാണല്ലോ. തൻ്റെ സാന്നിധ്യവും സമീപനവും സഹകരണവും സഭയ്ക്കും ശുശ്രൂഷകർക്കും എല്ലാത്തിനും ഒരു അനുഗ്രഹമാണ്. ദീർഘായുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണം, ദോഷം വരുത്തരുത്. പാപ്പച്ചനെ ശക്തീകരിക്കണമേ. നിർത്താൻ തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനൊരു അന്തരീക്ഷം വിശ്വാസികളുടെ ഭാഗത്ത് ഒരുക്കി കൊടുക്കണം. എന്നാൽ ചിലയിടങ്ങളില് അങ്ങനത്തെ അന്തരീക്ഷം ഇല്ല. ചില സ്ഥലങ്ങളില് നേരെ തിരിച്ചാ നടത്തിപ്പുകാർ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പാപ്പച്ചൻ ഇന്ന് വരുമെന്നാ കേട്ടത്, ദൈവമേ നാവിനെ ബന്ധിക്കണമേ. ഏതാഴ്ച വന്നാലും സഭയിൽ ഉടക്കുണ്ടാക്കാതെ പോകത്തില്ല. സിംഹത്തിന്റെ വായ അടച്ച ദൈവം പാപ്പന്റെ വായെ അടയ്ക്കണമേ. ഒരക്ഷരം മിണ്ടാൻ ദൈവം അങ്ങനെ ചെയ്യിപ്പിക്കരുത്. മേരിമാമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. വന്നാൽ പാടുകയും പ്രാർത്ഥിക്കുകയും വാക്യം വായിക്കുകയും കൈയടിക്കുകയും നൃത്തം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവദാസന്മാരെയും ദൈവമക്കളെയും മാനിക്കുകയും സഭയിലുള്ള എല്ലാവരോടും വളരെ മാന്യമായി ഇടപെടുന്ന മാന്യ മാതാവാ. ദൈവം ദീർഘായുസ് കൊടുക്കണം, ഒരു ദോഷവും ഭവിക്കരുത്. അങ്ങനെ പ്രാർത്ഥിപ്പിക്കണം. ചിലടത്ത് തിരിച്ച, കർത്താവെ മേരി ഇന്നും വരുന്നുണ്ട്, എൻ്റെ ദൈവമേ എന്ന് വന്നാലും കൂട്ടിപ്പിടിപ്പേരും കുഞ്ഞായ്മയും നുണയും കൊതിയും പറയാതെ ഈ തള്ള പോകൽ ഇന്നും വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ ഇന്ന് പകൽ സന്ദർശിക്കണമേ, നാവിനെ ബന്ധിക്കണമേ, ഈ പകൽ രൂപാന്തരം മേരിക്ക്. അങ്ങനെ പ്രാർത്ഥിപ്പിക്കരുത്. നിങ്ങൾക്ക് മൈക്കിന്റെ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ തൊണ്ടയ്ക്കുമുണ്ട്, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതല്ല, തിരിയുന്നുണ്ടോ? മിണ്ടുന്നില്ല. ഞാൻ പറയുന്നത് എന്നതാന്ന് തിരിയുന്നുണ്ടോ? അതറിഞ്ഞാൽ മതി. നമ്മൾ വലിയ ബഹളം ഒച്ചപ്പാടുണ്ടായില്ലെങ്കിൽ തന്നെ അന്ന് മനസ്സിലാക്കി വെച്ച് വേണം പോകാൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും. ഈ ദൈവകൃപ അത് വളരെ ശ്രേഷ്ഠമാണ്. സ്തോത്രം. നമ്മൾ ഈ കൃപ 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 എന്ന് പറയുമ്പോൾ ചെല്ലു ധരിക്കുന്ന പ്രവചനം, അന്യഭാഷ, വിവിധ ഭാഷ, ഭൂതത്തെ ഇറക്കുന്നു, രോഗിയെ സൗഖ്യമാക്കുന്നു, അതല്ല ഇതിൽ പെടുന്നതാ. ഇതൊന്നുമില്ലാത്ത ദൈവകൃപയുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ പ്രവചനവും അന്യഭാഷയും വെളിപ്പാടും ദർശനവും ഭൂതത്തെ ഇറക്കിയും രോഗിയെ സൗഖ്യം, ഇതൊക്കെയാ എല്ലാവർക്കും താല്പര്യം. അതാ പ്രതീക്ഷിക്കുന്നത് പലര്. എന്നാൽ ഈ മക്കതോന്യക്കാരുടെ ദൈവകൃപ 8:1-2 വായിച്ചേ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8:1-2. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ, ഇങ്ങോട്ട് നോക്കിക്കേ, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിക്കാം. അപ്പൊ നിങ്ങൾ കേട്ടെ. എല്ലാവരും കൂടെ കമന്ന് കിടന്നാ പിന്നെ ഞാൻ ആരോട് പറയാനാ? എന്നെ നോക്ക. നമ്മളല്ല ഇങ്ങനെ ഞാറ് പഠിക്കാൻ കിടക്കും പോലെ കമന്ന് കിടക്കുക. ശാന്തമാമ വായിച്ചാട്ടെ, ബാക്കി എല്ലാവരും എന്നെ നോക്കിയാട്ടെ. ഒന്നുകൂടെ വായിരും. സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. 21 ദിവസവും ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ട്. പോരാടി പ്രാർത്ഥിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കൃപ പ്രാപിച്ചവരാ. കൃപ പ്രാപിക്കാൻ ഇവിടെ വരാൻ ഒക്കത്തില്ലല്ലോ. കൃപയാലാണല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുണ്ട്. എന്നാൽ നമുക്കൊന്നും ഇല്ലാത്തൊരു കൃപ മക്കതോന്യ സഭകൾക്കുണ്ട്. അതെന്തുവാണെന്നാ പറയുന്നത്? നിങ്ങളത് അറിയണം സഹോദരന്മാരെ. മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ എന്തുവാ? അപ്പൊ ഈ കൃപ ലഭിച്ച മക്കതോന്യ സഭ കഷ്ടത എന്ന കഠിന ശോധനയെ കൂടാ പോകുന്നത്. ഞാനും നിങ്ങളും കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ പോയാൽ നമുക്ക് കൃപയുണ്ടെന്ന് നമ്മളും സമ്മതിക്കുകയല്ല, വരുന്ന പ്രവാചകന്മാരും ഉണ്ടെന്നില്ല. കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടാ പോകുന്നത്. പക്ഷെ വചനം പറയാ അത് ഭയങ്കര കൃപയാന്ന്. നമ്മൾ കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ അകത്തോട് പോകുമ്പോ ആരെങ്കിലും പറയുമോ പാസ്റ്റേ ഭയങ്കര കൃപയാ? പറയുവോ? പക്ഷെ ഭയങ്കര ബന്ധനമായി എന്ത് ചെയ്തിട്ടൊരു വിടുതൽ കിട്ടുന്നില്ല. ഞാൻ ഒക്കുമ്പോഴൊക്കെ 3 7 ഒക്കെ ഇരിക്കും. പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ രാത്രിയിലുമൊക്കെ ഇരിക്കും. ഭയങ്കര ബന്ധനമാണ്. അതിനമ്മ ഭയങ്കര കഷ്ടതയാ. ശാശന്നെ വിടാതെ പുറകെ. പക്ഷെ ഇവിടെ വായിക്കുന്നത് മക്കതോന്യ സഭകൾക്ക് ഭയങ്കര കൃപയാ ലഭിച്ച ദൈവകൃപ. അവരാ കൃപയുടെ ആഴത്തിൽ കൃപയിൽ നിൽക്കുമ്പോ തന്നെ അവരുടെ അനുഭവം കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടാ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോകുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടോ കൃപയാന്ന്? നിങ്ങള് വാ തുറന്ന് എന്തേലും ഒന്ന് പറ. കഷ്ടതയുടെ തീച്ചൂടെ കൂടെ പോകുമ്പം അമ്മാമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഭയങ്കര ദൈവകൃപയാണെന്ന്? ഇന്ന് രാത്രി ഞാൻ വചനത്തിന്റെ വെളിച്ചത്തിലാ പറഞ്ഞേ. കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഇതിനകത്ത് വന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നീ ഭയങ്കര കൃപ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ ഒപ്പിച്ചതല്ല, തിരുവചനം അങ്ങനെ പറയുന്നത്. കഷ്ടതയാകുന്ന കഠിന ശോധനയിൽ നഷ്ടപ്പെടാതെന്റെ മതി. ഞാന് എൻ്റെ തൊണ്ട തന്നെ പോയാ പോരാ, നിങ്ങളുടേതും കൂടെ ഒന്ന് പോട്ടെ. അപ്പോൾ ഈ മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ കഷ്ടത എന്ന കഠിന ശോധനയെ കൂടെ ഇവര് പോകുന്നത്. കൃപയുള്ളവര് അയ്യോ, നമുക്ക് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോകുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ പ്രയോഗം സന്തോഷ സമൃദ്ധി എന്നാണ്. വല്ലപ്പോഴും ഒന്ന് ഇങ്ങനെ ചിരിച്ചു കാണിക്കുകയല്ല. നമ്മള് കഷ്ടതയെ കൂടെ ഒക്കെ പോകുമ്പോൾ ചിരിക്കും. എന്തുകൊണ്ട് അമ്മാമ്മ വിശേഷം ഇങ്ങനെ കാണിക്കുന്നത്? ചിറിക്ക് അസ്ഥി ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിന് അസ്ഥി ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കുകയില്ലായിരുന്നു. തപ്പി നോക്കിയ അസ്ഥി ഉണ്ടോന്ന്? ഇല്ല. അസ്ഥി ഭയങ്കര അതിശയമായിട്ടാണ് സൃഷ്ടിച്ച്. ദൈവത്തിനറിയാം നമുക്ക് താല്പര്യമില്ലേലും നമ്മൾ ഇങ്ങനെ കാണിക്കുമെന്ന്. അതിന് അസ്ഥി വെക്കാതെ ഇങ്ങോട്ട് വിട്ടത്. വലിയതില്ലേ? ഈ കൈ ഈ വിരലൊന്ന് വലിച്ചേ. കാരണം ഇതിന് അസ്ഥി ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിനറിയാം. അപ്പൊ കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോയിട്ടും
സന്തോഷ സമൃദ്ധി. ഇനി മാത്രമല്ല അടുത്തത്, അയ്യോ നിങ്ങൾ ആ ഭാഗം ഇങ്ങനെ പഠിച്ചേ. കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടെ പോകുമ്പോഴും സന്തോഷ സമൃദ്ധി. അപ്പൊ തന്നെ മഹാദാരിദ്ര്യം. കൃപയുള്ളവരുടെ കാര്യമായി പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ വെറും ദാരിദ്ര്യമല്ല, മഹാദാരിദ്ര്യം. അങ്ങനെ മഹാദാരിദ്ര്യമുള്ള ഒരു വ്യക്തി നമ്മുടെ സഭയിൽ വന്നാൽ നമ്മൾ പറയുവോ ഭയങ്കര കൃപയുള്ള ആളാന്ന്? സ്തോത്രമൊക്കെ പിന്നെ പറയും, ഇതിന് സമാധാനം പറഞ്ഞിട്ട് അന്ന് മുട്ടി നിൽക്കുക. അല്ല, ഇതിനൊന്ന് സമാധാനം പറഞ്ഞിട്ട്. കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തൂടാ പോകുന്നത്. പക്ഷെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ തന്നെ മഹാദാരിദ്ര്യമാണ്. ചിന്തിക്കണം, രണ്ട് വിഷയത്തില്ല. ഒന്ന് കഠിന ശോധന, കഷ്ടത. രണ്ട് മഹാദാരിദ്ര്യം. ഇവര് ദൈവമക്കളാ. സ്തോത്രം. ഒന്ന് കഷ്ടത എന്ന കഠിന ശോധന, രണ്ട് മഹാദാരിദ്ര്യം. ഇന്നങ്ങനെ ദാരിദ്ര്യം ഉള്ളവർ നമ്മുടെയൊക്കെ വരുകോ സഭയെ വന്നാൽ നമ്മൾ ഇവരെ ശാപമാന്ന് പറയും. ഭയങ്കര ശാപമാ. ഇവിടെ അടുത്തൊരാൾ അഴിക്കുന്ന ആളുണ്ട്, മിക്കവാറും അങ്ങോട്ട് പോകുമല്ലേ പുള്ളിയെ ഇങ്ങോട്ട് മിണ്ടുന്നില്ല. മനസ്സിലാകാഴിയാന്നോ അതോ എന്തേലും ആട്ടെ. സ്തോത്രം. ഒരു നോട്ടീസും ഒക്കെ, ശാപ വിമുക്തി ശുശ്രൂഷ. കാരണം കഷ്ടതയും മഹാദാരിദ്ര്യമാണ്. അപ്പം നമ്മൾ ഉറപ്പിച്ചു പിശാച് തകർത്തിട്ടിരിക്കുക. പക്ഷെ ഇത് ദൈവകൃപയാണ്. കഷ്ടങ്ങൾ എത്ര ഏറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്ര ഏറിലും കലങ്ങിടാതെ, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ ളവും, കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിന് തക്കതാ സ്തുതിച്ചിടാം. കണ്ണിൻ മണിക്കു എന്നന്തരംഗമേ അവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേ അവന്റെ നന്മകൾ പതോ, എന്നുള്ള മേസ്തു എന്നുള്ള മേസ്തു. അപ്പൊ ശ്രദ്ധിക്കുക, മക്കരോനി സഭകൾക്ക് ലഭിച്ച ദൈവകൃപ, ഇവര് കൃപയുള്ളവരാ. ദൈവസഭയിൽ അംഗങ്ങളാ, കൃപയുള്ളവരാ. ഈ കൃപ ജ്വലിക്കുമ്പോ തന്നെ, കൃപയിൽ ആയിരിക്കുമ്പോ തന്നെ, ഒന്ന് കഷ്ടത എന്ന കഠിന ശോധനയ്ക്കകത്തോടാ പോകുന്നത്. രണ്ട് മഹാദാരിദ്ര്യം. ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടെ പോകുമ്പോഴും അവരുടെ ആ കൃപ എന്നാന്നറിയാമോ? ഒന്ന് സന്തോഷ സമൃദ്ധി, അതാ കൃപ. ഒന്ന് സന്തോഷ സമൃദ്ധിയും, രണ്ട് അതിന് പതുക്കെ വായിക്കുന്നു. ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. ഒന്ന് കഷ്ടത എന്ന കഠിന ശോധനയിൽ കൂടെ പോകുന്നു.
രണ്ട് മഹാദാരിദ്ര്യത്തിൽ കിടക്കുക. ഈ രണ്ട് അനുഭവങ്ങളിൽ കൂടി പോകുമ്പോഴും ഇവരുടെ വിശേഷത, ക്വാളിറ്റി ഒന്ന് സന്തോഷ സമൃദ്ധി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദാരിദ്ര്യത്തിൽ കൂടെ പോകുമ്പം സന്തോഷിക്കാൻ പറ്റുമോ? സ്വയമായിട്ടൊന്ന് ചിന്തിച്ച്. മഹാദാരിദ്ര്യമാ, വെറും ദാരിദ്ര്യമൊന്നുമല്ല. കഷ്ടത തന്നെ, നമുക്ക് കഷ്ടത തന്നെ. ഇപ്പൊ എല്ലാവരുടെയും കാര്യമല്ല. ചിലരൊക്കെ പറയാം, പാസ്റ്റർ വലിയ പ്രശ്നമാ, പ്രാർത്ഥിക്കണം. ഒത്തിരി ശോധനയെ കൂടാ ഞങ്ങള്. അപ്പൊ എന്നാ അതേ, നമ്മൾ ഉദ്ദേശിച്ച പെയിന്റ് ഇതുവരെ കിട്ടിയില്ല. മോന് ഒരു പെയിന്റ് പറഞ്ഞു, മോള് വേറെണ്ണം. പിന്നെ അത് തന്നെ പ്രശ്നങ്ങളില്ല. ഞാൻ ഇതിന്റെ നടുവിൽ നിന്ന് എനിക്കങ്ങ് ടെൻഷനാ. പിന്നെ മോടെ കല്യാണമായി ഡ്രസ്സ് എടുക്കുന്ന എവിടെ നിന്നാന്ന് ഇപ്പോൾ ഒരു തർക്കത്തിരിക്കുക. ഞാൻ പറഞ്ഞു ഇവിടെ പുനലൂരിൽ നിന്ന് വല്ലതും എടുക്കാന്ന്. അപ്പൊ ആ ബന്ധുക്കാര് പറഞ്ഞു പുനലൂർ, അവർക്ക് എറണാകുളമാ. മിണ്ടുന്നില്ല. അതാണ് ഈ ദിവസങ്ങൾ ഒത്തിരി ടെൻഷനാ എനിക്ക്. ഞാൻ എല്ലാം കൂടെ എന്നെ കൊണ്ട് മനസ്സിലാകാഴിയാണോ അതോ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ഒത്തിരി വിഷയങ്ങൾ. കാരണം എല്ലാവരും പിള്ളേരും വെളിയിൽ നിന്നും അവരെല്ലാവരും വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ബന്ധപ്പാടാ. മോനെ കാനഡയിൽ നിന്ന് വന്ന്, മോളെ ന്യൂസിലൻഡിലായിരുന്നു, അവള് വന്ന്, കാലിഫോർണിയ എന്ന് ഇളയ അവള് വന്നു. എല്ലാവരുടെ ഭയങ്കര അതിൻ്റെ എന്തുവാ അത്, കാലിഫോർണിയക്കാരി കിങ്ഫിഷേ യൂസ് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, അതുകൊണ്ട് പറഞ്ഞതാ. എന്തുവാ ഏതാണ്ട് പറഞ്ഞല്ലോ. ഞാൻ ഇംഗ്ലീഷ് പറയണ്ടെന്നായിരിക്കും. എന്നാ വേണ്ട, എന്നാ നെന്മി ആയിക്കോട്ടെ. ഇംഗ്ലീഷ് പറയുന്നില്ല, ഇനി പറയുന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു. അവള് നെന്മീനെ യൂസ്ഫുൾ. പിന്നെ ഞങ്ങളുടെ ഡാഡി മട്ടൻ മാത്രമേ, ഇവിടെ കുട്ടൻ തിന്ന് നടന്നവനാ. കുട്ടൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും, പഴയ ഉണക്കമീനാ കുട്ടൻ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. ആ കുട്ടൻ കോര, കട്ടൻ കപ്പയും കുട്ടനും തിന്ന് നടന്നവൻ ഇപ്പൊ മട്ടന്. ഇതൊക്കെയാ ഇപ്പൊ നമ്മുടെ ടെൻഷൻ. പിള്ളേര് വരുന്നു, AC വെച്ചിട്ടില്ല, അതിന് കാരണം ഭയങ്കര. എടാ, വീടില്ലാതെ കടത്തന്നെ കിടക്കുന്ന ഒരുത്തൻ. മാമ എനിക്ക് പിന്നെ എൻഗേജ്മെന്റ് വന്നു, പക്ഷെ ഞാൻ ഉദ്ദേശിച്ച ആ സാരി ഇതുവരെ കിട്ടിയില്ല. ടെൻഷനാ. കാരണം ഞങ്ങള് ജ്യേഷ്ഠത്തിമാരെല്ലാം പറഞ്ഞു സെയിം കളർ എല്ലാവരും ആ സമയത്ത് നമ്മൾ. കാരണം ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ എല്ലാവരും ഇതുവരെ അത്. ഞാൻ ഉദാഹരണമായി പറഞ്ഞു തരുന്നു നമ്മുടെ ബുദ്ധിമുട്ട്. ഇപ്പൊ ടെൻഷനൊക്കെ ഇതാ. ഇവര് കഷ്ടത എന്ന കഠിന ശോധനയ്ക്കൊക്കെ കൂടെ പോകുന്നു. ഒന്ന്. രണ്ട്, മഹാദാരിദ്ര്യമാണ്. പക്ഷെ അതിന്റെ നടുവിൽ ഇവരുടെ കൃപ എന്നാന്നറിയാമോ? അവര് കൃപ, ഒന്ന്, അവർക്ക് സന്തോഷ സമൃദ്ധിയാ. ഈ കഷ്ടതയൊന്നും അവർക്ക് വിഷയമല്ല. ഈ കഷ്ടത അവരെ പിടിച്ച് കുലുക്കുന്നുമില്ല. ഈ കഷ്ടതയുണ്ടെന്നോർത്ത് അവരുടെ ആത്മീക സന്തോഷത്തിന് ഒരു ഭംഗവും വരുന്നില്ല. മാത്രമല്ല, മഹാദാരിദ്ര്യത്തിന്റെ തീച്ചൂളക്കകത്തോടെ പോകുമ്പോഴും ഔദാര്യം കാണിക്കാൻ മനസ്സാ. ഞാനും നിങ്ങളും വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനായിരിക്കുന്നത്. പക്ഷേ എനിക്ക് കൊടുക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ കയ്യിലോട്ടൊന്നും. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഉണ്ട്. എല്ലാവർക്കും അല്പം ശാപ്പാട് കൊടുത്താൽ കൊള്ളാന്ന് ആഗ്രഹമൊക്കെ നല്ലതാണ്. പഴമക്കാര് പറഞ്ഞില്ലേ, ഏട്ടിലെ പശു പുല്ല് തിന്നുകയല്ലോ. മക്കതോന്യ സഭ അങ്ങനല്ല. മഹാദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും ഔദാര്യം കാണിക്കുക.
അതാ ദൈവകൃപ. ആട്ടെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പക്ഷേ അങ്ങനെയുള്ള കൃപയൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്നുള്ള ചിന്തയോ? വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള ദൈവമക്കളും ഉണ്ട്. സന്തോഷ സമൃദ്ധി. നമുക്ക് ഇനി മടങ്ങി വരാം. അപ്പൊ കൊരിന്ത് വിശ്വാസികള് ഇവരുടെ വിശേഷത, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്യം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കും. ഇവര് സാക്ഷിയുള്ളവരാ, സാക്ഷി പറയുന്നവരാ. ഇവർക്ക് സാക്ഷി പറയാൻ അറിയാം. 5 മിനിറ്റ് കൊടുത്ത 50 മിനിറ്റ് എടുത്ത് ഇവര് നന്നായിട്ട് പരത്തി പറഞ്ഞു കളയും. നിങ്ങൾ ചിലര് സാക്ഷി പറഞ്ഞു കേട്ടില്ലേ, ചെറിയ വിഷയമായിരിക്കും, പക്ഷെ നിന്നങ്ങ് സമയം കളയും. ഇത്ര പറഞ്ഞാൽ മതി. കഴിഞ്ഞ ആഴ്ച പനിയായിരുന്നു, വളരെ ബുദ്ധിമുട്ടി. ദൈവദാസനെ വിളിച്ചു പറഞ്ഞു, ദൈവമക്കളോട് പറഞ്ഞു, സഭ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. പെട്ടെന്ന് പറയരുത്. ഇത് ചിലര് പറഞ്ഞാൽ അന്നാതാ പനി വന്ന വഴി, പനി വീട്ടിൽ വന്ന് എന്തെല്ലാം കാരണങ്ങള് കാണിച്ചു. പനി വന്നപ്പം പനിയുടെ കൂടെ ആരൊക്കെ വന്നു, പനി എങ്ങനാ പോയത് ഉണ്ടെന്നില്ല. മെനക്കേട് കേസുകൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. ഇത്രയും പറഞ്ഞാൽ മതി. പനിയാൽ ഭാരപ്പെട്ടു, ദൈവസഭ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. ഇവര് നന്നായിട്ട് സാക്ഷ്യമുള്ളവരാ, സാക്ഷി പറയും. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പാക്കി പോലെ. അടുത്തത്, അവനിൽ നിങ്ങൾ സകലത്തിലും, ഇവരെല്ലാത്തിലും ടോപ്പാ, അവനിൽ നിങ്ങൾ സകലത്തിലും. എന്നിട്ട് എടുത്ത് പറഞ്ഞ വിശേഷാൽ സകല വചനത്തിൽ. ഇവര് ഈ കൊരിന്തിലെ വിശ്വാസികളെല്ലാം വചനത്തിൽ ഭയങ്കര തിട്ടമുള്ളവരാ. കൊരിന്ത് വിശ്വാസികൾ വചനത്തിൽ ഭയങ്കര ജ്ഞാനമാ, അറിവാ, തിട്ടം. അതുകൊണ്ട് ഇവര് യോഗത്തിന് ബൈബിള് പോലും കൊണ്ടുവരിക. കാരണം വചനത്തിൽ ഭയങ്കര തിട്ടമാ. പിന്നെ അങ്ങനെ നമ്മുടെ സഭയിലും ആൾക്കാരുണ്ട്, വേറെ പുസ്തകം കൊണ്ടുവരികയല്ല. നമ്മൾ ഇതൊക്കെ അറിയാമെന്ന്, പിന്നെ പുസ്തകം പോലും കൊണ്ടുവരികയല്ല. ഇനി അഥവാ കൊണ്ടുവന്നാലും അപ്പറെ മാറ്റി വെച്ചേക്കും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം ഒന്ന് തുറന്നു നോക്കും, ഉടനെ അടയ്ക്കുകയും ചെയ്യും. കാരണം ഇവര് അറിയാത്ത, കേൾക്കാത്ത, ഓർക്കാത്ത വാക്യം വല്ലോ അവിടെ നിന്ന് പറഞ്ഞാൽ ഉടനെ നോക്കും. അത് ബലപ്പെടാനല്ല, കറക്റ്റ് ആണോ എന്ന് അറിയാനാ. ഉടനെ അടച്ചു. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? വചനത്തിലൊക്കെ നല്ല തിട്ടമായി ഇവർക്ക്. അപ്പൊ ഇവരുടെ വിശേഷത, ഒന്ന് സാക്ഷ്യമുള്ളവരാ, സാക്ഷ്യം പറയുന്നവരാ, സാക്ഷ്യമുണ്ട്, സാക്ഷ്യം അറിയാം. 2, അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിൽ നല്ല തിട്ടമാണ്. സകല വചനത്തിലും പരിജ്ഞാനത്തിൽ സമ്പന്നരാ. നല്ല പരിജ്ഞാനമാ കൊരിന്തിലെ വിശ്വാസി. ഈ പരിജ്ഞാനമുള്ളത് കൊണ്ട് പെട്ടെന്ന് കൈയടിക്കുകയോ സ്തോത്രം പറയുകയോ ഹല്ലേലൂയ പറയുകയോ ഒന്ന് ദൈവത്തെ ആരാധിക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. വളരെ പരിജ്ഞാനത്തോടെ. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ല, യോഗത്തിന് വന്ന്, കുറ്റമല്ല, അതുപോലത്തെ അന്തരീക്ഷം വരുമ്പോൾ നമ്മൾ ചോദിക്കാൻ പരിജ്ഞാനമുള്ളതാണ്. പിന്നെ കടന്ന് ഗ്ലോറി, കാൽവറി എന്നൊക്കെ പരിജ്ഞാനമൊന്നും വിളിച്ചു. അപ്പൊ ഇവര് നല്ല പരിജ്ഞാനമുള്ളവരാ. അങ്ങനെ പെട്ടെന്നൊരു ഹല്ലേലൂയ പറയോ, ആമേൻ പറയോ, സ്തോത്രം പറയോ, ദൈവത്തെ സ്തുതിക്കുകയോ, കൈയടി, അനക്കമില്ല. അല്ല, അത് നല്ലതാ. കൊരിന്ത് വിശ്വാസികളുടെ വിശേഷത, ഇവര് സാക്ഷ്യമുള്ളവരാ, സാക്ഷ്യം പറയുന്നവരാ. 1. 2, വചനത്തിൽ ഭയങ്കര തിട്ടം. 3, നല്ല പരിജ്ഞാനം. അടുത്തത്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. സകല കൃപാവരവും കൊരിന്തിലുണ്ട്. ഓടിച്ച് മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ
വളരെ ശ്ലാഘനീയമായ നിലയിലാണ് ഇവരെ സംബോധന ചെയ്യുന്നത്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത നമ്പർ 1 വിശ്വാസികൾ, ഒന്നാം കിട വിശ്വാസികൾ. ഇത് പുറമെ അഭിനന്ദനീയമായ നിലയിൽ അല്ലെങ്കിൽ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്ത് വളരെ ബഹുമാന പുരസ്കരമാണ് ഇവരെ അഭിനന്ദിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിൽ ഒരു പ്രയോഗമുണ്ട്, ആത്മാവ് ആഴങ്ങൾ അറിയും. 2:9-10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തെ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. കണ്ടോ? ഞാനും നിങ്ങൾ പുറമേ നോക്കി വിലയിരുത്തുമ്പോൾ, പുറമേ നോക്കി മാർക്കിടുമ്പോൾ, അഭിപ്രായം പറയുമ്പോൾ, ദൈവാത്മാവ് ആഴങ്ങൾ നന്നായിട്ട് അറിയും. ആഴമറിയും. 1-ാം അധ്യായത്തിൽ കൃപാവരത്തിൽ കുറവില്ല, പരിജ്ഞാനമുണ്ട്, വചനത്തിൽ തിട്ടമുണ്ട്, സാക്ഷി പറയുന്നവരാ, സാക്ഷ്യമുള്ളവരാ, നമ്പർ 1 വിശ്വാസികളാണ്. ഇതുപോലെ ഒരു സഭ വേറെ ഇല്ല. അത് ശരി. പക്ഷേ ഈ സഭയുടെ ആഴമെല്ലാം കൂടെ ആത്മാവ് ഒന്ന് അറിഞ്ഞു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിൽ എന്തുവാ പറയുന്നത്? 3:1. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്നതുപോലെ ഇങ്ങോട്ട് നോക്കിക്കേ. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല. അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വചനത്തിൽ ജ്ഞാനമുണ്ട്, പരിജ്ഞാനമുണ്ട്, എല്ലാം ഉണ്ട്. നമ്പർ 1 വിശ്വാസികളാണ്. കണ്ണടച്ചാ എന്തെങ്കിലും കാണാതെ കണ്ണ് തുറക്കുകയല്ല. തുറക്കുമ്പോ അടുത്തിരിക്കുന്ന പുള്ളിയോട് വെളിപ്പാടാ പറയാന്നെ. ഇത്രയ്ക്ക് കൃപയാ. എല്ലാ യോഗത്തിനും ഓരോ ഭൂതത്തെ വെളിയിലാക്കുകയും ചെയ്യും. കൃപാവരമാണ്. കൈവച്ച അന്നേരം സൗഖ്യമാണ്. പ്രവചനമുണ്ട്, അതൊക്കെ നല്ലതാണ്. അന്യഭാഷ, വിവിധ ഭാഷ. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത വിശ്വാസികളാണ്. പക്ഷേ 2-ാം അധ്യായത്തിൽ ഇവരുടെ എല്ലാ ആഴം ആത്മാവ് ഒന്നറിഞ്ഞു. ഈ മറുഭാഷ പറയുന്ന, വിവിധ ഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, ദർശനമുള്ള, വെളിപ്പാടുള്ള, സ്വപ്നം വ്യാഖ്യാനിക്കുന്ന, സ്വപ്നമുള്ള, വീര്യപ്രവൃത്തി ചെയ്യുന്ന, ഭൂതത്തെ പുറത്താക്കാൻ കൃപയുള്ള, രോഗശാന്തി, കൈവച്ച സൗഖ്യമായി രോഗശാന്തിയുള്ള, നന്നായിട്ട് പ്രസംഗിക്കുന്ന, നല്ലതുപോലെ ആരാധിക്കുന്ന, നല്ലതുപോലെ പാട്ട് പാടുന്ന, നല്ലതുപോലെ വാക്യം വായിക്കുന്ന, നല്ലതുപോലെ ഹല്ലേലൂയ പറയുന്ന, ആരാധനയ്ക്കിടയ്ക്ക് നൃത്തം ചെയ്യുന്ന ഇവരുടെ എല്ലാം ആഴം ആത്മാവ് ഒന്നറിഞ്ഞു. ഇവരുടെ ആഴം ഒന്നറിഞ്ഞു. ആഴമറിഞ്ഞ ആത്മാവ് 3-ാം അധ്യായത്തിൽ പറയാ, പിന്നെ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോടെന്നത് പോലെ അല്ല, ജഡീകന്മാരോടെന്നത് പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രയും സംസാരിപ്പാൻ അങ്ങനെ ഒക്കുകൊള്ളുന്നു. ഈ മറുഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, വെളിപ്പാട് കാണുന്ന, ദർശനമുള്ള ഇവരോട് കൃപാവരമുള്ള, ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഇവരോട് പൗലോസ് പറയുക, പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളോട് ഈ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് അമ്മാമയ്ക്ക് കൃപയുണ്ട്, അന്യഭാഷയുണ്ട്, വരമുണ്ട്, ജ്വലിപ്പിക്കുന്നുണ്ട്, ഇതൊക്കെ നല്ലതാ. പക്ഷെ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. ആത്മീയരല്ലേ? ആത്മീയരല്ലേ? 21-ാമത്തെ ദിവസം ഡൗട്ട് അടിക്കുകയാണോ?
ആത്മീയരല്ലേ? പിന്നെ സംശയം, ആത്മീയരല്ലേ? അതെ. പിന്നെ ഇവരോട് ഈ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ? ഉദാഹരണം, നമ്മൾ ചിലരെ പറ്റി പറയല്ലേ, അമ്മാമ്മ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കും, ഭയങ്കര മറുവാഴ്ചയൊക്കെ, അതൊക്കെ ശരിയാ. പക്ഷെ പുള്ളിക്കാരിയോട് സംസാരിക്കുന്ന വളരെ, അത് തന്നെ ഇവിടെ പാസ്റ്റർ നന്നായിട്ട് പ്രസംഗിക്കും, ആരാധിക്കും, ശുശ്രൂഷിക്കും, കൃപാവര പ്രാർത്ഥന, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ അച്ചായൻ സഭയുടെ നെടുന്തൂണ, എല്ലാ കാര്യത്തിനും മുൻപന്തിയില്ല, ആള് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ പുള്ളിയോട് ഇടപെടുന്നതും സംസാരിക്കുന്ന വളരെ, ഇത് തന്നെ ഇവിടെ. എന്നെ അടുത്ത വാക്യം വായിക്കാൻ സാധിക്കുമോ? അത് മതി. സഹോദരന്മാരെ, നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നതിൽ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. അതെന്താ കാരണം? എന്നാ കാരണം? 3:3 ഇവിടെ. ഈർഷ്യയും പിണക്കവും ഇരിക്കെ. നോക്കിയേ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ, ഇങ്ങോട്ട് നോക്കിയേ, ഈർഷ്യയും പിണക്കവും ഇവരുടെ ഇടയിൽ ഉണ്ടോ? വായിക്കുന്ന അമ്മാമ്മയുടെ ആദ്യം ചോദിക്കട്ടെ. എന്നെ നോക്കാൻ, എന്നെ കാണാനൊന്നും വലിയ ചതവില്ലെന്നല്ലേ എന്നെ നോക്കാൻ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ ഇരിക്കുന്നെന്ന് ഉണ്ടോ? പറ, സത്യം പറ. അതിനെ പുള്ളിയെ നോക്കുന്ന പുള്ളിയോടാണ് ഈർഷ്യ. അല്ല, ഇവിടെ ആ കേസ് വിട്ടരുത്, ഞാൻ കൈകാര്യം ചെയ്തോളാം. അത് അമ്മാമ്മ കൈകാര്യം ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി അത് ഞാൻ കൈകാര്യം ചെയ്യാം. നമ്മുടെ കേസ് തീർക്ക്. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിനും കുറവില്ല. ആ കൃപാവരത്തിൽ കുറവില്ലാത്ത ഇവരോട് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയാം. വചനമുണ്ട്, പരിജ്ഞാനമുണ്ട്, മറുഭാഷ കൊണ്ട്, കൃപാവരമുണ്ട്, കൺവെൻഷന് പ്രസംഗിക്കും, ഹൈപ്പിച്ച് പാട്ട് പാടി, ഇപ്പൊ തൊണ്ട അടഞ്ഞത് കൊണ്ടാ. പാട്ട് പാടും, ആരാധിക്കും, നൃത്തം ചെയ്യും, എന്നെ പ്രതിയാക്കാം. പക്ഷെ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. അതെന്നാ കാരണം? അങ്ങനെ പാടില്ലല്ലോ. ഈ സഭയിലുള്ള ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്നോട് സംസാരിക്കണം. ഒരു ആത്മീകനോട് സംസാരിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കണം. തിരിച്ച് ഞാനും അങ്ങനെ ആയിരിക്കണം. ഒരു ആത്മീകൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം. ഇത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്റെ ഭാഗത്ത് നിന്ന് വന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീകം എന്തുവാന്ന് പുനഃപരിശോധന നടത്തി ഈ 20-ാമത്തെ രാത്രിയിലെങ്കിലും ഞാനും നിങ്ങളും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയില്ല. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയുന്നത് എനിക്ക് അറിയത്തില്ല. മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. നമ്മൾ ഇതിനകത്ത് വന്ന് നൃത്തം ചെയ്യുന്നു, നല്ല കാര്യം, തമ്പേറടിക്കുന്നു, നല്ല കാര്യം, ഇത് വാദ്യോപകരണങ്ങൾ അതെല്ലാം വേണം, ആവശ്യമാണ്, അതൊക്കെ നല്ലത്. കരങ്ങൾ വീശുന്നു, ചാടുന്നു, അതെല്ലാം നല്ല കാര്യം. നൃത്തം ചെയ്യുന്നു, പാട്ട് നിർത്തി, തമ്പേറടി നിർത്തിയാലും മറുഭാഷ നിർത്തുന്നില്ല. ഭാഷ അതിനിടയ്ക്ക് 3 അല്ലേലിയ പറഞ്ഞ് അത് കേൾക്കാത്ത രീതി പിന്നെയും മറുഭാഷ, നല്ലത്.
പിന്നെ കുറച്ച് നേരം പാസ്റ്ററോട് നോക്കുന്ന ഇനി എപ്പോഴെങ്കിലും നിർത്തട്ടെ. എല്ലാം നല്ലതാ. പക്ഷെ പൗലോസ് പറയുക, നിങ്ങൾക്കൊരു കൃപാവരത്തിലും കുറവില്ല, പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ മറ്റൊന്നുമില്ല. അമ്മായിയമ്മയും ബന്ധിക്കോസ, മരുമകളും ബന്ധിക്കോസ, ഒരു സഭയല്ല. പക്ഷെ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറ. ചേട്ടനും ബന്ധിക്കോസിനെ, അനിയനും ബന്ധിക്കോസിനെ, ഒരു സഭയില. പക്ഷെ രണ്ടു പേർക്കും ആത്മീകര് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ. ചേട്ടൻ സെക്രട്ടറി, അനിയൻ ട്രഷറർ. ഇവിടുത്തെ കാര്യമല്ല. ഏതാ ട്രഷറൻ? അങ്ങനല്ലേ പറഞ്ഞ് പൊതുവിലായി പറയുന്നത്. രണ്ടുപേരും പെന്തിക്കോസാ, രണ്ടുപേരും ഒരു സഭയിലാ കൂടുന്നത്. പക്ഷേ അന്യോന്യം സംസാരിക്കാനും സഹകരിക്കാനും കൈ കൊടുക്കാനും മനസ്സുമില്ല. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു വാക്യം ഓർമ്മ വരുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, നിങ്ങളിൽ ചിലര് നല്ലതുപോലെ പ്രയാസപ്പെടുന്നതായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ഞാൻ ഇനി 1-ാം അധ്യായത്തിൽ നിന്ന് ഒന്നും പറയുന്നില്ല. പണ്ടൊരാൾ പറഞ്ഞ പോലെ അടിയന്തരത്തിന് വന്നു വെച്ച് മുടിയാന്തരമാക്കണ്ട. പക്ഷെ ഒന്ന് ശോധന ചെയ്യുന്ന നല്ലതാണ്. തന്നെത്താൻ പ്രസംഗിക്കുന്ന ഞാനും ആദ്യം ഞാൻ, കാരണം അങ്ങനെ ആണല്ലോ പുസ്തകത്തിലെ വാക്യം, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് തുടങ്ങണമെന്ന്. അങ്ങനെ പ്രമാണം അങ്ങനെ. അപ്പൊ ആദ്യം പുൾപിറ്റ് എന്നാ തുടങ്ങേണ്ടത്. രണ്ട് ദൈവദാസന്മാര് തമ്മിൽ കണ്ടാൽ കൈ കൊടുക്കാനും മിണ്ടാനും സഹകരിക്കാനും പറ്റുന്നില്ലെങ്കിൽ അതെന്തുവാ? IPCO, ചർച്ച കോഡോ, അസംബ്ലീസ് കോഡോ, ഷാരോനോ എന്തും ആയിക്കോട്ടെ, അതൊന്നുമല്ല. അത് ബോർഡല്ല വിഷയം. നീ ദൈവ പൈതലാന്നുള്ളതാ വിഷയം. സംഘടനയല്ല ഇവിടുത്തെ വിഷയം. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ യോജിക്കുവോന്ന് അറിയത്തില്ല. അപ്പുറത്തെ വീട്ടുകാര് ഷാരോൺ സഭയിലാ കൂടുന്നത്, നമ്മൾ അസംബ്ലീസ് കൂടില്ല. നമുക്ക് യോഗമില്ലാത്തൊരു ദിവസം അപ്പുറത്തെ വീട്ടിൽ യോഗം ഉണ്ടെങ്കിൽ അവര് വിളിക്കുവൊന്നും വേണ്ട, പോയിരുന്ന് പ്രാർത്ഥിക്കണം. അതാ ആത്മീയൻ. അല്ല നീ ഉടനെ ആ ഭാഷത്തെ ജനല് വടച്ച് കതക് വടച്ചേച്ച് ലൈറ്റ് ഓഫ് വെച്ച് അകത്ത് കയറുന്ന സ്തോത്ര സ്തോത്ര സ്തോത്ര. അതൊന്നും അല്ല ആത്മീയം. മനസ്സിലാകുന്നുണ്ടോ? അവര് ഷാരോനിലോ IPCO ചർച്ച ആയിക്കോട്ടെ, നമുക്ക് ആ ദിവസം യോഗവും ബത്തപ്പാടും ഇല്ല. അപ്പൊ അപ്പുറം യോഗം നടക്കുന്നെങ്കിൽ അവര് വിളിക്കുവൊന്നും വേണ്ട. പക്ഷെ പോകുമ്പത്തെ വേദപുസ്തകമായിട്ട് പോകാവുള്ളൂ. അവര് തിരിച്ചിങ്ങോട്ടും. അങ്ങനെ നീ ചെയ്യുന്നുണ്ടെങ്കിൽ ആത്മീയമുണ്ട്. നമ്മുടെ വീടിന്റെ വാതിൽക്ക് വന്ന് രണ്ടുപേര് പരസ്യയോഗം നടത്തുന്നു, വാക്യം വിളിച്ചു പറഞ്ഞു, നോക്കിയ ചകത്ത് കയറി പോകുന്നതല്ല ആത്മീയം. ഏത് സഭയാകട്ടെ ആരുമാകട്ടെ സുവിശേഷമല്ലേ പറയുന്നത്.
വചനമല്ലേ വിളിച്ച് പറയുന്നേ? ഒക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് കട്ടനിട്ട് വീട്ടിലോട്ടൊന്ന് കയറി വെച്ചു. ചിലപ്പോ ഒരു കഷണം കപ്പ പുഴുങ്ങിയതായിരിക്കും. അതാ ആത്മീയം. ഏത് സഭക്കാർ നമ്മുടെയാണ്? നമ്മളല്ലേ എവിടെ പോകാനിരിക്കുക? എവിടെ? ഈ രീതിയിലാണ് നമ്മൾ പോവോ? നിങ്ങൾ സ്വർഗമെന്ന് വിചാരിച്ചിരിക്കുന്ന പുനലു ചന്തയാന്നാണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രാവു പോലെ രാപ്പകൽ ഞരങ്ങുന്നു സുരലോകെ ചേരുവാൻ നാഥ, ഞരങ്ങുന്നു സുരലോകെ ചേരുവാൻ. എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു യോ എൻ്റെ മണവാളനെ. ശല്യം ഉണ്ടാക്കരുത്. ഞാൻ ശാന്തമായിട്ടാന്നേലും എന്നാലും സഹായിക്കുന്നത് നല്ലതാണ് കേട്ടോ. പൗലോസ് പറയാ, നിങ്ങൾക്ക് കൃപാവരമെല്ലാം ഉണ്ട്, വെളിപ്പാടുണ്ട്, എല്ലാം ഉണ്ട്, അംഗീകരിക്കുന്നു, അഭിനന്ദിക്കുന്നു, നിങ്ങളെ ശ്ലാഘിക്കുക. പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നുണ്ട്, സന്തോഷിപ്പിച്ച വാക്യമൊക്കെ ഞായറാഴ്ച പറയും, ഇതൊക്കെ നല്ലത്. പക്ഷെ സഭയുടെ ഒരു കമ്മിറ്റി കൂടുമ്പോൾ നിങ്ങളുടെ സംസാരവും രീതിയൊക്കെ കണ്ടാൽ ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആത്മീയരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പറയാ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യം പിണക്കും. 3:3 വായിച്ചോ. ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്, മുമ്പേ ചോദിച്ചായിരുന്നു ഞാൻ. അമ്മയോടോ അപ്പനോടോ ഈർഷ്യോ പിണക്കോ ഉണ്ടോന്നാ? സഹോദരനോടോ സഹോദരിയോടോ, കൂട്ടുവിശ്വാസിയോടോ, അയലത്തുകാരോടോ, ശുശ്രൂഷകരോടോ, ശുശ്രൂഷകർക്ക് വിശ്വാസികളോടോ? തന്നെത്താൻ ശോധന ചെയ്യണം. ഉണ്ടെങ്കിൽ അതിന് ക്രമീകരണം വരുത്തി വേണം നാളെ തിരുമേശയിൽ പങ്കുകാരാകാൻ. ഇല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് ഇടയാകും, രോഗികളാകും, ചിലപ്പം നിദ്ര കൊള്ളാനും സാധ്യത. സ്തോത്രം. ഇനി ഞാൻ 1-ാം തീയതി എന്ന് പറയുന്നില്ല, വേണ്ട, വിഷമിക്കുക വേണ്ട, വിട്ടേക്കാം. നമുക്ക് നേരെ 10 വരാം, അതായിരിക്കും നല്ലത്. ഇന്നത്തെ അന്തരീക്ഷവും സാഹചര്യവും അനുസരിച്ച് ഇടയ്ക്കത്തൊന്നും തൊടുന്നേയില്ല. 10-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിൽ പറയുക, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് ആരുടെ കാര്യമായി പറയുന്നേ?
ഇസ്രായേൽ മക്കളുടെ കാര്യമാണ്. കാരണം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ ഷോർട്ടായിട്ട് ഇസ്രായേൽ ചരിത്രം പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാകുന്നു. എന്നിട്ട് 5-ാം വാക്യം, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളി. അപ്പൊ ഇസ്രായേൽ ചരിത്രമാണ്. മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റവർ, മന്ന ഭുജിച്ചവർ, അടിക്കപ്പെട്ട പാറയിൽ നിന്ന് ശുദ്ധജലം ചാടി പുറപ്പെട്ടപ്പോൾ അത് പാനം ചെയ്തവർ, മേഘത്തിന്റെ തണലിലായിരുന്നവർ, അഗ്നിസ്തംഭത്താൽ നടത്തപ്പെട്ടവർ, മരുഭൂമിയിൽ പ്രവേശിച്ച വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. അപ്പൊ ഇതിങ്ങനെ വ്യാഖ്യാനിക്കുന്നതാ കുറച്ചുകൂടെ ഉചിതം, മനസ്സിലാകുന്ന ഭാഷ. ഇവരുടെ രീതി, ഒന്ന്, ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാ. കാരണം കുഞ്ഞാടിനെ അറുത്ത് ചോരത്തല ആചരിച്ചു, രക്ഷിക്കപ്പെട്ടവർ. 2, ഇവരെല്ലാം സ്നാനപ്പെട്ടതാ, ചെങ്കടല് കടന്നു. 3, ഇവരെല്ലാവരും ആത്മസ്നാനം പ്രാപിച്ച് തിരുവചനം പ്രാപിച്ച് പഠിച്ചവരാ. പക്ഷെ ഇവര് മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന് മാത്രമല്ല, ഇവരെ തെളിയിട്ടു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, നമ്മളാരും പട്ടുപോകരുത്, നമ്മളെ തെള്ളിയിടരുത്, അതിന് ഇടയുണ്ടാകരുത്. എല്ലാവരും അങ്ങ് കാണണം. സ്തോത്രം. അതെ, സമയത്തെയും കൂടെ കണക്കിലെടുക്കണം. ഇന്നലത്തെ അത്രയും സമയം എടുക്കത്തില്ല, അല്പം നേരത്തെ നിർത്തും. ഈ ഇരിപ്പാണെങ്കിൽ ഒട്ടും സമയം എടുക്കുകയല്ല. ഇവരെ മരുഭൂമിയിൽ ദൈവം തെള്ളിയിട്ടു. എന്താ ഇവരെ തെള്ളിയിടാനുള്ള കാരണം? ചില കാരണങ്ങളൊന്ന് ചിന്തിക്കാം. ഞാൻ അതിന്റെ കാരണങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ശാന്തമായിട്ട് ധ്യാനിച്ച് വചനമെല്ലാം ഇങ്ങനെ പരിശോധിച്ച് പഠിച്ചപ്പോൾ 38 കൂട്ടം കാര്യമുണ്ട് എനിക്ക് പ്രകാശിച്ചത്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ 50 കണ്ടെന്ന് വരാം. അത് പറഞ്ഞൊരു തർക്കം ഉണ്ടാകരുത്. ഇവരെ തെളിയിടാൻ ഒരു 38 കൂട്ടം കാര്യം. ഇപ്പൊ നിങ്ങളിൽ ചിലര് ചിന്തിക്കും, ഇങ്ങേരി നേരം പോയ നേരത്ത് 38 കൂട്ടം കാര്യം പറയാനാണോ ഇങ്ങേരുടെ പുറപ്പാട്? അല്ല, അങ്ങനെ ചിലർക്ക് ചിന്ത. പിന്നെ സംശയച്ഛേദനം നടത്തണമല്ലോ. ഇല്ല, 38 കൂട്ടം പറയത്തില്ല, നേരമില്ല. മുമ്പേ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് 8 കൂട്ടം കാര്യം പോലും പറയാൻ തോന്നുന്നുമില്ല. ചില കാര്യം ഒന്ന് സമയപരിധി ചിന്തിക്കാം. ആട്ടെ, പ്രതിപക്ഷ ബഹുമാനം വേണം. അതുകൊണ്ടാ ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. അതോ ഞാൻ ഇങ്ങനെ അങ്ങനെ വേണ്ടല്ലോ? വേണ്ട. അല്ലെ, ഓരോരുത്തർക്ക് ഓരോ രീതികളാണല്ലോ. അല്ലെ, യോഗം കഴിയുമ്പോൾ പറയും വലിയ കൃപാവരമൊന്നും ഉള്ള ആളല്ലെന്നാ. അതൊക്കെ പറയും, നമ്മുടെ ആൾക്കാരല്ലേ, എന്തേലുമൊക്കെ പറയും. അഭിഷേകം ഇല്ലെന്നാ. ഒന്ന് ഞാൻ തെളിയിച്ചല്ലോ, ഇനിയിപ്പം ഒന്നിൽ തെളിയിച്ചല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, എങ്കിലും ഇവര് മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് മരുഭൂമിയിൽ കൂട്ടായ്മ ആചരിച്ച് മേഘത്തിന് കീഴിൽ ഈ അഗ്നിസ്തംഭത്തിന്റെ പ്രഭയിൽ യാനം ചെയ്ത ഇവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ച് ഇവരെ തെള്ളിയിട്ടു. അതെന്താ അങ്ങനെ തെള്ളിയിടാൻ കാരണം? ഒന്നാമത്തെ കാരണം പറയാം, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവര് ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീം.
അതാണ് ഒന്നാമത്തെ കാര്യം. ആയിക്കോട്ടെയൊക്കെ വരുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. പുറക്കാളപ്പം ഉണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നാലും വന്നിരിക്കുന്നല്ലോ, ദൈവം സഹായിക്കട്ടെ. വളരെ ക്ഷീണമുണ്ട്, ദൈവം ബലപ്പെടുത്തും. ദൈവം ശക്തീകരിക്കും. ശ്രദ്ധിച്ചു കേട്ടു. അവിടെ ഒരു അമ്മാമ ഇരുന്ന് ഉറങ്ങുന്നതും ഞാൻ കണ്ടു. അതിലും ഭേദം ഇതൊക്കെ തന്നെ. പിന്നെ അല്ലെ, അത് വലിയ കാര്യമാണ്. നമ്മുടെ ഇത്രയും ബഹളത്തിനിടയിൽ നിന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ കൊണ്ട് ഒന്നും ഒക്കുന്ന കേസല്ല. നമുക്കൊരു ചെറിയ അനക്കം കിട്ടാൻ മതി, നമ്മൾ അന്നേരം അതും ഒരു കൃപയാ മക്കതോന്യക്കാർക്ക് ലഭിച്ചതുപോലെ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം തമ്പുരാൻ ഇവരെ തെള്ളിയിടാൻ ഉള്ള ഒന്നാമത്തെ കാരണം, ശരീരം കൊണ്ട് ഇവര് മിസ്രയീം വിട്ടുപോണെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കോട്ടയം സൈഡിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. കോട്ടയത്തുകാരെങ്കിലും ഉണ്ടോ? കോട്ടയം സൈഡിലുള്ളവര്, വിവാഹം കഴിച്ചുകൊണ്ട് വന്നവരോ മുൻപ് അവിടെ താമസിച്ചവരോ കോട്ടയവുമായിട്ട് അടുപ്പമുള്ളവരോ ആരെയും? കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയാ കോട്ടയം. അക്ഷരനഗരി എന്നൊക്കെയാ പറയുന്നത്. ആരുമില്ല. ഇനിയിപ്പം ഉണ്ടെങ്കിലും ചിലർ കൈ പൊക്കുകയല്ല. കാരണം അവരുടെ ചിന്ത, അയാൾക്ക് ബോധമുള്ളവനല്ല. നമ്മൾ കൈ പൊക്കിയാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ അയാൾ എഴുന്നേപ്പിച്ച് നിർത്തുകയോ എന്തേലും ചോദിച്ചാൽ ഇതുപോലെ നാണക്കേടും. അല്ല, അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരും ചിലപ്പം അപ്പം കോട്ടയത്തെ സൈഡിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കാം. പഴഞ്ചൊല്ലിതാ: വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അമ്മാമ്മ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ അത് കേട്ട? ഏത് സാങ്കേതികമാണ്? വഞ്ചി ഇപ്പോഴും തിരുനക്കരെ തന്നെ. അപ്പൊ അത് അറിവുള്ളവർ പറയുന്നത് ഇങ്ങനെ, ഇന്നത്തെ പോലെ മോട്ടോർ വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ കോട്ടയത്ത് നിന്ന് ചരക്കുമായിട്ട് ആലപ്പുഴയ്ക്കാ പോകുന്നത്. അന്ന് വള്ളത്തേലാണല്ലോ. അപ്പോൾ തിരുനക്കരെ വള്ളം ഉണ്ട്. രണ്ടുപേര് ചരക്കുമൊക്കെ എടുത്ത് വള്ളത്തെ വെച്ച് ആലപ്പുഴയ്ക്ക് ഇത് വ്യാപാരം ചെയ്യാനായിട്ട് വള്ളത്തെ കയറി നയമ്പെടുത്ത് തുഴഞ്ഞു. സന്ധ്യക്കാ തുഴഞ്ഞത്. വെളുക്കാകുമ്പം ആലപ്പുഴ ചെല്ലും. വേമ്പനാട്ട് കായലിന്റെ സൈഡിൽ കൂടെ തുഴഞ്ഞ് കൈ ഇളക്കാതെ, കണ്ണ് ഇറുക്കി അടയ്ക്കാതെ തുഴഞ്ഞു. നേരം പനിപനാന്ന് വെളുത്ത് പിന്നെ നോക്കിയപ്പോഴും വഞ്ചി തിരുനക്കരെ തന്നെ. കാര്യം എന്നാന്ന് മനസ്സിലായല്ലോ. കെട്ടടിച്ചിട്ടില്ല. വള്ളത്തിന്റെ പടിയേൽ ഒരു കെട്ടുണ്ട്. ആ കയറ് കരയ്ക്ക് ഒരു കുറ്റിയേൽ ബന്ധിച്ചിട്ടിരിക്കുക. ഉണർവ് കയറി വള്ളത്തെ ചാടി കയറി ചരക്കുമൊക്കെ എടുത്ത് വെച്ച് നയമ്പെടുത്ത് നന്നായിട്ട് തുടങ്ങി പാട്ടുമൊക്കെ പാടി സന്തോഷിച്ചാ തുടങ്ങിയത്. പക്ഷേ കെട്ടടിച്ചിട്ടില്ല. ഇതാണ് ഇന്ന് ആത്മീക ലോകത്ത് എല്ലാവർക്കുമല്ല പലർക്കും സംഭവിച്ചിരിക്കുന്നത്. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടുപോണെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമില്ല. അപ്പം തെളിവിന് ആദ്യം വാക്യം തരാം. അതാണല്ലോ നമ്മുടെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏത് കാര്യമാണെങ്കിലും വചനം വേണമല്ലോ. അപ്പൊ ആദ്യം വചനം വായിച്ചു. അമ്മ വായിക്കും. ഇവിടെ ഇന്നും നാളെ ഈ ഭാഗം നോക്കി അവിടെ ഒന്നും ആ വാക്യമില്ല. ആയുസ് മുഴുവൻ നോക്കി അവിടെ വാക്യം കിട്ടുകയല്ല. ഞാൻ വേറെ റൂട്ടിൽ പോവുക. അപ്പോസ്തല പ്രവൃത്തി എടുത്തേ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം എടുക്കേ. ഇവിടെ വായിച്ചു. ഈ ഭാഗത്തുണ്ട്. സീനായി മലയിൽ 38.
സീനായി മലയിൽ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവനും ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അടുത്ത വാക്യം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞു, ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. മതി. ആൻസർ കിട്ടിയല്ലോ. കിട്ടിയില്ലേ? നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. ശരീരം അല്ലെങ്കിൽ മാംസത്തുണ്ടം യാത്രയിലുണ്ട്. തമ്പേറും സൈട്രമും വാദ്യ ഉപകരണങ്ങളൊക്കെ വെച്ച് പ്രൈസ് ആൻഡ് വർഷിപ്പും ഗാന ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പം ആൾക്കാരെല്ലാം കൂടെ ഉണ്ട്. ആ കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടെ ശക്തിയോടെ പോരാ, ഓ, അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ രീതികള്. യോ പിന്നെ ആ തീ ഇവിടെ കത്തട്ടെ, ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നിന്നങ്ങ് ഞെളിവിരികൊള്ളും. ഇങ്ങനെ ഓരോ രീതികളാണ്. എല്ലാം നല്ലതാ. ഇതൊക്കെയാണെങ്കിലും തമ്പേറടിയും പാട്ടും ഈ ബഹളമൊക്കെ ഉണ്ടെങ്കിലും മാംസത്തുണ്ടം കടന്നിങ്ങനെ ഇളകുന്നേ ഉള്ളു. ഹൃദയം ഇപ്പോഴും കൊരങ്ങൻ പറഞ്ഞായിരുന്നു, ഞാൻ വെളിയിലോട്ട് പോകുമ്പോ ഹൃദയം ഒന്നും പഠിച്ചല്ലേ, പുറത്തോട്ട് പോകുമ്പോ ഞാൻ ഹൃദയം ഒന്നും. അപ്പൊ മുതല ചോദിച്ച പിന്നെ എങ്ങനെ? അത് മരത്തെ കെട്ടി വെച്ചിട്ടുണ്ട്. പൊട്ടം മുതല പറഞ്ഞാൽ നമുക്ക് തിരിച്ചു പോയി. ഇപ്പൊ ഞാൻ എത്ര ക്ലാസ് പഠിച്ചെന്ന് നിങ്ങൾക്ക് പിടികിട്ടി കാണും. ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോഴും പിണങ്ങാതിരിക്കാമെങ്കിൽ ഒന്ന് രണ്ട് കാര്യവും കൂടെ പറയാം. പിണങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ ഇങ്ങോട്ട് ഉടനെ വരുന്നില്ല, ഞാൻ രാത്രി അങ്ങ് പോവാ. വലിയ പള്ളിയൊക്കെ നമ്മൾ വിട്ടു, പട്ടക്കാരെയും വിട്ടു, നേരത്തെ ചിലതൊക്കെ വിട്ടു. പക്ഷേ ഹൃദയം കൊണ്ട് പലരും ഇപ്പോഴും അവിടെ തന്നെ. നമ്മളെല്ലാം വിട്ടെന്നും പറഞ്ഞായി വന്ന് കുത്തിയിരിക്കുന്നത്. നല്ലതാ. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറ, എല്ലാം വിട്ടോ. വിട്ടോ? വിട്ടോ? നിങ്ങൾ എന്തേലും പറ, നമുക്ക് പോണ്ടേ? വിട്ടു. സത്യം പറ, എന്നെയും കൂടെ പ്രതിയാക്കി പറയാം, നമ്മള് എല്ലാം ഒന്നും വിട്ടിട്ടില്ല. ഇല്ല, പിണങ്ങാനൊന്നും അല്ല. എന്നാൽ ഒന്നും വിട്ടില്ലെന്ന് ഞാൻ പറയത്തുമില്ല. അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിട്ടെന്നല്ലാതെ കാര്യമായ പല കാര്യങ്ങളും ഈ 10, 20, 30, 40, 50 കൊല്ലമായിട്ടും നമ്മൾ വിട്ടിട്ടില്ല. വിടാനായിട്ട് ഇനിയും വലിയ
ഇരിപ്പ് നോട്ടം കണ്ടിട്ട് താല്പര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറയില്ല ഭാഷ ഞങ്ങളെല്ലാം വിട്ടു. അപ്പം ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ ചിന്തിച്ചപ്പം നമ്മൾ പെന്തിക്കോസുകാർ എന്നെയും കൂടെ പ്രതിയാക്കിയ നമ്മളെല്ലാം ഇനി എന്നെയൊക്കെ വിടാനുണ്ടെന്ന് ഞാൻ ചുമ്മാ നാടൻ ഭാഷ ഓടെ ഒരു കണക്ക് നോക്കിയപ്പം ഏതാണ്ട് 138ഓളം കാര്യം ഇനിയും വിടാനുണ്ട്. ആ 138 എൻ്റെ ഈ ലിസ്റ്റുണ്ട്, ഞാൻ വേണേ തരാം. നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് അടിക്കുന്നു. 138 ആ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാണ്. അപ്പം ഞാൻ ഓരോന്ന് പറയും. 138 പറയത്തില്ല, ഒരു 5-8 പറയാം. അപ്പം നിങ്ങളത് വിട്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം, വിട്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നേക്കണം. ഞാൻ നിങ്ങളെ നോക്കത്തില്ല, ഞാൻ പറഞ്ഞേച്ച് തിരിയും. കാരണം ആരാ എന്തുവാണെന്നൊന്നും എനിക്ക് കാണണ്ട. വിട്ടില്ലെന്ന് തെളിയിക്കുക. ഒന്ന്, നിങ്ങളത് വിട്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം, ഞാനങ്ങ് പറഞ്ഞേച്ച് തിരിയും. വിട്ടില്ലെങ്കിൽ ആരും മിണ്ടരുത്. ഒന്ന്, അണങ്ങരുത്. ഇപ്പോഴും നമ്മൾ പെന്തിക്കോസുകാർ, ഞാൻ പെന്തിക്കോസുകാരൻ്റെ കാര്യമായി പറയാന്, അമ്മ എന്നെ താടി കൈയൊക്കെ കൊടുത്തിരിക്കുന്നത്, ഞാൻ സത്യാവസ്ഥ പറയുക, പണങ്ങൊന്നും വേണ്ട. അമ്മാമ്മയും വേണേ ഹല്ലേലൂയ പറയുകയോ പറയാതിരിക്കാൻ സാധ്യതയുണ്ട്. വിട്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം, വിട്ടില്ലെങ്കിൽ അമ്മാമ്മ തന്നെ ആയിക്കോട്ടെ. ഇപ്പോഴും നമ്മുടെ ഇടയിലെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഈ അമ്മക്കച്ച മേടിക്കുന്നൊരു ചടങ്ങുണ്ട്. പണ്ട് കച്ചയാ, 5 മുഴത്തിന്റെ കച്ച. ഇപ്പൊ അത് സാരിയായി, ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ചുരിദാറായിരിക്കാം, എന്തും ആയിക്കോട്ടെ. അപ്പോൾ അത് ഒരു ചടങ്ങാണ്. വിവാഹം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഫോട്ടോക്കാരൻ വീഡിയോക്കാരൻ വന്നുകൊണ്ട് ഒരു കവർ കൊണ്ടുവന്നു. ഉടനെ അമ്മയുടെ കയ്യിൽ ഒരു കവർ കാണും, പൈസ ഇങ്ങോട്ട് അപ്പം എന്ന് വെച്ച് കൊടുക്കട്ടെ, ഉടനെ വാങ്ങട്ടെ. ഉടനെ പിന്നെ പാസ്റ്ററും കാണും ചിലയിടത്ത്, ഇതെല്ലാം നോക്കി പാസ്റ്റർ നോക്കി നിൽക്കുക. അപ്പം എന്നെ പ്രാർത്ഥിക്കണമല്ലോ. ഉടനെ വീഡിയോക്കാരൻ പറഞ്ഞ് അമ്മാമ്മ ഇപ്പം മേടിക്കരുത്, ചെറുതായിട്ടൊന്ന് തിരിഞ്ഞാട്ടെ, താടി ഒന്ന് കളത്തിയാട്ടെ, ഒന്ന് ചിരിച്ചാട്ടെ, ഇനിയും കൊടുത്ത ഉടനെ കൊടുക്കട്ടെ, വാങ്ങട്ടെ. അപ്പം അമ്മക്കച്ച. അപ്പൊ അത് വിട്ടെങ്കിൽ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, വാങ്ങിച്ചിട്ടില്ലെങ്കിൽ, കൊടുത്തിട്ടില്ലെങ്കിൽ, അത് വിട്ടെങ്കിൽ ഹല്ലേലൂയ പറയണം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അലോഗ്യം ഉണ്ടാക്കരുത്. ഇത് ആരെയും താഴ്ത്തി കെട്ടാനോ നിങ്ങളെ കൊച്ചാക്കാനോ ഒന്നുമല്ല ഞാനീ പറഞ്ഞത്. ഇതിന്റെ 138 മുമ്പ് ചോദിച്ചല്ലോ ഉണ്ടോന്ന്, എണ്ണിക്കും ചുമ്മാ ഇരിക്കല്ലേ, എണ്ണ്. 2, കല്യാണം കഴിഞ്ഞ് മരുമകളെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ വലത്തുകാല് വെച്ച് ഒന്നെങ്കിൽ പറഞ്ഞു കൊടുക്കില്ല, തന്നെ വലത്തുകാല്. ഈ 2 കാലും ദൈവം തന്നതാണ്. ഈ 2 കാലും നമുക്ക് പ്രയോജനം. പിന്നെ വലത്തെ കാല് തന്നെ. അപ്പൊ അങ്ങനെ വലത്തെ കാല് വെച്ചാണോ കയറിയത്, ഇടത്തെ പാസ്റ്റേ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല, ഞാൻ കാല് വെച്ചോന്ന് തന്നെ ഇപ്പം ആട്ടെ. അത് അങ്ങനെയുള്ള ചടങ്ങ് ഇല്ലെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞോണം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ആട്ടെ, ഞാൻ നിങ്ങളെ നോക്കത്തില്ല, ആരാന്നൊന്നും ഞാൻ നോക്കുകയല്ല. 3, എണ്ണിക്കോണം, ചുമ്മാ ഇരിക്കുക, എണ്ണിക്കോണം. 3, നമ്മൾ പെന്തിക്കോസുകാരെ അന്നെല്ലാം ചിലര് പറയും, ഈ മാന്യ മാതാവ് മുന്നിൽ ഇരിക്കുന്നുണ്ട്, അമ്മയോട് അങ്ങ് പറയുക. എൻ്റെ പേരെങ്ങനെ, എൻ്റെ റോസമ്മയെ ഞാൻ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചതൊക്കെ റോസമ്മയ്ക്ക് അറിയത്തില്ല. ഒരാൾ പറയാം, നമ്മുടെ വിശ്വാസം തന്നെ, അറിയോ, ഈ വീട്ടിൽ വന്ന അന്ന് മുതൽ തള്ള എന്നോട് ചെയ്തതും അവരുടെ ഇവിടുത്തെ അച്ചായൻ്റെ പെങ്ങൾ എന്നോട്
എന്തെല്ലാം കടുങ്ക ചെയ്തെന്നറിയാം. ഞാൻ പിന്നെ ഇത് ആരോടും പറഞ്ഞിട്ടില്ല. അറിയാവോ എന്തെല്ലാം ഞാൻ വന്നതിന്റെ 4-ാം നാൾ എന്നോട് ചെയ്തത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്റെ റോസമ്മേ സത്യമായ കാര്യമാണ്. കണ്ടോ, മനസ്സിലായോ? എന്തുവാ പല്ലി ചലച്ചത്? വിട്ടെങ്കിൽ ഹല്ലേലൂയ പറയണം, വിട്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നേക്കണം. ഇപ്പൊ എത്രയായി? എണ്ണിക്കോണം. 132 എന്നോട് ചോദിച്ചില്ലേ? ഓരോന്നോരോന്ന് തരിക. ശാന്തമ്മേ, നമ്മള് പെന്തിക്കോസിലൊക്കെയാ പിന്നെ ഒരു കാര്യം, സന്ധ്യ കഴിഞ്ഞ് ഇതിലെ വെള്ളം കോരിക്കൊണ്ട് ഇവിടെ ആരാണ്ട് പറഞ്ഞു വിട്ടെന്നല്ല. അതോ എനിക്ക് കേട്ടതിന്റെ കുഴപ്പമാണ്? എനിക്കൊരു ഇച്ചിരി കുഴപ്പമുണ്ട്. അടുത്തത് പുതിയ വീട് വെച്ച് കഴിയുമ്പം പുതിയ വീട്, പുതിയ അടുപ്പ്, പുതിയ കലം, പുതിയ തവി. ആ പുതിയ കലത്തിനകത്ത് പാല് കാച്ചി ഒരു ഹൗസ് വാമിങ്ങിന് എന്നെയും വിളിച്ചു വചനം ശുശ്രൂഷിക്കാൻ. വചനം ശുശ്രൂഷിക്കുമ്പോൾ അടുക്കള തീ കത്തിക്കുന്നു. ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പോകേണ്ട കാര്യമില്ല. ഇവിടുത്തെ വേണ്ടപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ അടുക്കള പെണ്ണുങ്ങൾ പോയി കത്തിക്കുന്നതാണ് നല്ലത്. അവിടെ എല്ലാം കൂടെ പാസ്റ്റർമാർ കിടന്ന്, അല്ലെ പാസ്റ്ററുടെ ഭാര്യനെ അങ്ങോട്ട് വിടുന്നതായിരിക്കും നല്ലത്. അല്ലെ ആരും ഒരാൾ പോയി അങ്ങ് പ്രാർത്ഥിക്കുക. അതല്ല വിഷയം. അപ്പൊ ഒരു പെന്തിക്കോസുകാരി തള്ള വിളിച്ചു പറഞ്ഞു, സുസമേ തിളച്ചു തൂവണേ പാല്, പുതിയ കലം, പുതിയ അടുപ്പ്, പുതിയ തവി, പാല് തിളച്ച് തൂവ. പാല് കാച്ചല്. വിട്ടെങ്കിൽ ഹല്ലേലൂയ പറയണം, വിട്ടില്ലേ മിണ്ടാതിരിക്കണം. എത്രേ? സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഇല്ലേ? ഇന്നാരാണ്ട് വിരുന്നുകാരുണ്ടെന്നാ തോന്നുന്നത്. വിട്ടെങ്കിൽ ഹല്ലേലൂയ പറയണം, വിട്ടില്ലേ അങ്ങേ വീട്ടിലെ പട്ടി സന്ധ്യയായപ്പോ ഞങ്ങളുടെ ഇവിടെ ഓലിയാൻ എടുക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനാ പറയുന്നത്. ഇവിടെ എങ്ങനെയാന്ന് അറിയത്തില്ല. ഉടനെ നമ്മൾ തിന്ന യേശുവിന്റെ നാമം വിട്ടെങ്കിൽ ഹല്ലേലൂയ പറയണം, വിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. എന്ത് വല്ലതും പറഞ്ഞോ? ഞാൻ പറഞ്ഞെല്ലാം ശരിയല്ലേ? എത്രയാ? 6 6 പറഞ്ഞില്ലേ? 7 പറഞ്ഞോ? 7 തരാൻ പോവാ. എന്റെ അമ്മാമേ, ഞാൻ എന്നെ ഇന്ന് ഒത്തിരി അങ്ങ് ചിരിച്ചു. എന്ന് പറഞ്ഞ അതെങ്ങനെ 7 ചുമ്മാ ഇരുന്ന് തെറ്റിക്കരുത്, കറക്റ്റ് കൂട്ടണം. സ്തോത്രം, സ്തോത്രം. കുട്ടി 1-ാം തീയതി ഞങ്ങളുടെ വീട് വരുന്നു. എല്ലാരും ചെയ്യുന്ന നല്ലി പറഞ്ഞത്. എത്രയായി?
പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി 3-4 സ്റ്റെപ്പ് റോഡ് ചെന്നപ്പോ ഒരു സാധനം മറന്നു. മോളി അതിഞ്ഞ് എടുത്തോണ്ട് വരണേ. എന്നാ തിരിച്ച് എല്ലാരും ബന്ധിക്കോസാ. അമ്മേ കണ്ണങ്ങ് വിട്ടെങ്കിൽ അല്ലേലിയ പറഞ്ഞേക്കണം. ഇപ്പൊ എത്രയായി? ഇങ്ങനെ വിറപ്പിക്കാനല്ല പറഞ്ഞ, എത്രയാന്നാ ചോദിച്ചേ? ആ എന്നെ അന്ന് ഇന്നലെ മുതൽ കൈയുടെ വെള്ള അങ്ങ് വിട്ടെങ്കിൽ കല്യാലിയ പറഞ്ഞോണം, ഇല്ലെങ്കിൽ മിണ്ടായിരുന്നേക്കണം. ഇപ്പൊ എത്ര എണ്ണമായി? തെളിവിന് ഇപ്പൊ ഇത്രയും പോരെ? 132 ഉണ്ട്, ഞാൻ തരാം. ഒത്തിരി ഉണ്ട്. വണ്ടി ഓടിച്ചു പോകുമ്പം ഒരു പൂച്ച കൂട് നശിച്ചു. എപ്പോ പോയാൽ ഈ പന്ന പൂച്ച എടുത്ത് ഇച്ചിരി കഴിഞ്ഞ് പോയാൽ മതി. അവിടെ വണ്ടി, നീ വണ്ടി അവിടെ ഇടും. ഒത്തിരി ഉണ്ട്. അമ്മാമ്മയും വരണം, പാസ്റ്റർ അമ്മാമ്മയും വരണം. എവിടെ? മോളെ കെട്ടിച്ചു വിട്ടതോടെ 4-ാം ദിവസം നമ്മൾ 101 കുടലപ്പം, 501 നെയ്യപ്പം, 7 കിലോ അലുവ, 5 കിലോ കേക്ക്, ഒരു മുഴുത്ത ഉരുളി. പെന്തിക്കോസ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സ്തോത്രം. ഒത്തിരി ഉണ്ട്, എല്ലാം പറയാൻ നേരമില്ല. ആ വിഷയം വിട്ടേക്കാം. ഇപ്പം ഈ അരിബന്ധം ഇപ്പൊ എല്ലാ അരിയെ പിടിച്ച് ഞെക്കണ്ടല്ലോ. ഇപ്പൊ ഞെക്ക് നോക്കാൻ എത്ര എണ്ണം തന്നു ഞാൻ? ആവശ്യത്തിന് തന്നല്ലോ. നമ്മൾ ഒത്തിരി കാര്യം വിടാനുണ്ട്. ഒരാളെ ഉദ്ദേശിച്ചല്ല, പൊതുവിലായി പറയുന്നത്. ഇതുപോലെ ഒത്തിരി ഒത്തിരി ഒത്തിരി. അടുത്ത വിഷയത്തിലേക്ക് വരാം. ഇവര് ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ടിപ്പോഴും മിസ്രയീമില്ല. മിസ്രയീമില്ല. പാട്ടൊക്കെ പാടുന്നുണ്ട്. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസതെ ശാമൻ മുൻപിലുണ്ട്. അമ്മേ മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും. ഓ, ഖേദത്തോടാ പാടുന്നത്, അതുകൊണ്ട് വേണ്ട. സ്തോത്രം. അത് 1-2 തെളിവ് തരാം. ഇവര് ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും. അതിന് 1-2 തെളിവ് തരാം. വചനത്തിൽ നിന്ന് തരാം. ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീം എന്നല്ല. ഒന്നാമത്തെ തെളിവ്, ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ഫറവോന്റെ സൈന്യത്തെ കണ്ട് ഇവർ ഇളകിയേച്ച് പറയുക, മിസ്രയീമിൽ ശവക്കുടി ഇല്ലാഞ്ഞിട്ടാന്നോ നീ ഞങ്ങളെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അടക്കം ശവസംസ്കാര കേമമാണ്. അവിടെ ആയിരുന്നെങ്കിൽ നല്ല അടക്കം കിട്ടുകയാണ്. മിസ്രയീമിന്റെ അടക്കം ബഹു കേമമാണ്. ഇവിടെ ആണെങ്കിൽ നല്ലൊരു കുഴി വെട്ടാൻ എന്ന് പറഞ്ഞാൽ 2 അടി താത്ത വെള്ളം കയറും. മണലിന്റെ കടൽ തീരമല്ലേ, 2 അടി താത്ത വെള്ളം വരും. അവിടെ ആയിരുന്ന നല്ല അടക്കം. സെമിത്തേരി, അവിടുത്തെ സെമിത്തേരി കണ്ടാൽ തന്നെ ചാകാൻ തോന്നും. അതെല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുന്നതും ചെടിച്ചട്ടിയും ആ മാർബിളും എല്ലാം വെച്ച് തോമ പൂവക്കാല അല്ല പകലോമറ്റം ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കൂടെ ഒന്ന് യാത്ര കൊള്ളാന്ന്. നമ്മുടെ ആരെല്ലാം അത് കഴിയുമ്പോഴാ 5 പേരെ നമ്മൾ ചെമിത്തേരിലോട്ട് ആ കമ്മ്യൂണിസ്റ്റ് പറ്റിയ കാടും എല്ലാം അവനാ പ്രാഗിക്കൊണ്ടോ പറ്റുന്നു. ഇവനെ എല്ലാം ഒട്ടക്കണോ പറ്റുമോ? എല്ലാവരുടെയും കാര്യമല്ല. അതെ, നമുക്ക് നല്ല ഭാഗത്തേക്ക് വരാം. മിസ്രയീമിന്റെ അടക്കം വലിയ കേമമാണ്.
അതല്ല, യാക്കോബിന്റെ അടക്കം തൈലലേപനമെല്ലാം നടത്തി ദീർഘദിവസം കഴിഞ്ഞ് യാക്കോബിന്റെ ഭൗതിക ശരീരം മിസ്രയീമിലെ കോവിൽ അധികാരികൾ വരെ ഇറങ്ങി ആ ഭൗതിക ശരീരം ഇങ്ങനെ കൊണ്ട് വലിയ പ്രലാപമാണ്. ഹേരൻ കപ്പൂക്കിൽ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇത് കണ്ടിട്ട് മിസ്രയീമ്യരുടെ വിലാപം പോലെ വലിയ കേമമാണ്. ഇപ്പം ഞാൻ കുറ്റം പറയുകയല്ല, ഇപ്പം നമ്മൾ പെന്തിക്കോസ്തുകാരുടെ ഇടയിലും അടക്കമൊക്കെ വലിയ അത് വലിയ ആഘോഷമാക്കിയിരിക്കുക. കുഴപ്പമില്ല, നമുക്ക് പ്രത്യാശയുണ്ട്. അതുകൊണ്ടാ പ്രത്യാശ. സ്തോത്രം. ഞാൻ മരണ വീടുകളിൽ പറയും, അവസാനം അന്ത്യചുംബനം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കവളിനിട്ട് 2 ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ 2 കൊല്ലവും കൂടെ നിങ്ങൾ ജീവിച്ചിരുന്നേനെ. എൻ്റെ അഭിപ്രായമായി, ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. പ്രായമുള്ള അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അടുക്ക പോയിരുന്ന് 10 മിനിറ്റ് ഇരുന്ന് വർത്താനം പറഞ്ഞേച്ച് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കവളില് മക്കള് 2 ഉമ്മ കൊടുത്തിരുന്നെങ്കിൽ അതുങ്ങൾക്ക് മനസ്സിനും ഒരു തൃപ്തി, 2 കൊല്ലവും കൂടെ ജീവിച്ചിരിക്കും. ഇത് അപ്പനും അമ്മയും അങ്ങേയറ്റം പറ്റിയാൽ കാണാനുമില്ല, എടുക്കാനുമില്ല, വിളിക്കാനുമില്ല. അവസാനം ചത്ത് കഴിഞ്ഞ് തണുത്ത് വിറങ്ങലിച്ച് കിടക്കുമ്പം ഉമ്മ കൊടുക്കാൻ വരിക, ലൈനായിട്ട് നിൽക്കുക ഉമ്മ കൊടുക്കാൻ. അത് ഇപ്പോഴത്തെ ഉമ്മ കൊടുപ്പൊക്കെ വലിയ വിചിത്രവുമാണ്. ടിഷ്യൂവിൻ്റെ പുറത്താണ് ഉമ്മ കൊടുക്കുന്നത്. ടിഷ്യൂ എടുത്തിട്ട് ഉമ്മ കൊടുക്കുമ്പോഴും വീഡിയോക്കാരാണ് നോക്കിക്കൊണ്ട്. എല്ലാവരുടെയും കാര്യം എൻ്റെ കയ്യിലും. അതെ, ഒരുത്തനത് മാറ്റാൻ തന്നെ നീ അപ്പനും അമ്മയും ജീവിച്ചുമ്പോൾ അങ്ങനൊന്നും വെക്കണ്ടായിരുന്നു, ചെന്നിരുന്ന് 2 ഉമ്മ കൊടുത്താൽ മതിയായിരുന്നു. അതെ, മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ റോസാപ്പൂവേ, അപ്പനും അമ്മയും അത് മണപ്പിക്കും. ചില അമ്മമാർ കളയത്തില്ല, അതിൻ്റെ ഓരോ എതള് പൊഴിഞ്ഞാലും കളയുകയല്ല. ഒടുവിൽ ആ തണ്ടായിരിക്കും, അതും സൂക്ഷിച്ചു വെക്കുക. എൻ്റെ മോള് തന്നതാ, മോൻ തന്നതാ, എടുത്ത് മണപ്പിക്കും. അപ്പനും അമ്മയും വിറങ്ങലിച്ച് കിടക്കുമ്പോൾ നീ പൊന്നൂര് അവിടെ ചെന്ന് പൂക്കട ചെന്ന് ബൊക്കയും കിക്കയും എല്ലാം മേടിച്ച് എന്തിനാന്നോ ഈ നെഞ്ചത്ത് ഇതെല്ലാം കൊണ്ട് വെക്കുന്നത്. 2 പേരെ അപ്പുറം ഇപ്പുറം തച്ചിന് നിർത്തിരിക്കുക, അവനെടുത്ത് മാറ്റുക. അപ്പം വെച്ച് 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 പെടലിയുടെ അവിടം വരെ കൊണ്ട് വെക്കുക. ഇന്ന് ഞാൻ കണ്ടു ബൊക്ക കൊണ്ടിങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂ കൊടുത്താൽ മതി. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നാഴി അരി അല്ലെ ഉരി അരി, ചിലപ്പോൾ മുളകുടച്ചതായിരിക്കും മതി. അത് മുളകുടച്ച് ചുട്ടുടച്ച് ആ നാഴി അരി കഞ്ഞി വെച്ച് അപ്പനും അമ്മയും പ്ലാവല കൊണ്ടായിരിക്കും കോരി കുടിക്കുമ്പം മനസ്സിന് തൃപ്തി. എൻ്റെ മോള് കൊണ്ട് തന്നതാ, മോൻ തന്നതാ, ഔഷധം പോലെ ഫലിക്കും. അപ്പനും അമ്മയും ചത്ത് കിടക്കുമ്പം താഴോട്ട് ഇട്ടേച്ച് അന്തും ബിന്ദും എല്ലാം മാരി ഇട്ടിട്ടൊന്നും മൂത്തവൻ വന്നിട്ടാണ് ഇളയാണോ എന്തിനാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ താല്പര്യം കൊണ്ട് ചോദിച്ചാൽ മതി. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് ഒരു കുറിയോണ്ട് കൊണ്ട് കൊടുത്താൽ, ഇതിന്റെ മോൻ തന്നതാ മോള് തന്നതാ, ഒന്ന് കുളിച്ച് തോർത്താൻ, തല തോർത്താൻ, അല്ലെ അമ്മയാന്നെ മാറി മറക്കും. അത്യാവശ്യം അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു തൂവാല പോലും മേടിച്ചു കൊടുക്കുകയല്ല, അന്വേഷിക്കുന്നുമില്ല. മരിച്ചു കഴിയുമ്പോൾ എല്ലാം സോട്ടും കൂട്ടും എല്ലായിട്ടും അതിനും വെള്ളമാ. അത് ഞാൻ കൊണ്ടുവന്ന തുണി വേണം അമ്മയുടെ നെഞ്ചത്ത് ഇടാൻ. അത് ഫോറിനിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ ഇതിനായിട്ട് മേടിച്ചു കഴിഞ്ഞു. എൻ്റെ വൈഫ് മോൻ പറയുന്നതാ, അവൾ മേടിച്ച് നേരത്തെ വെച്ചതാ 7 കൊല്ലം മുമ്പ്. അവൾ അന്നേ ഓർത്താ തള്ള പോകുമെന്ന്. പക്ഷെ ദൈവകൃപ തള്ള 7 കൊല്ലം കൂടെ. അത് ഭർത്താവ് പറഞ്ഞ എൻ്റെ വൈഫ് വന്നത് വേണം അമ്മയുടെ നെഞ്ചത്ത് ഇടാൻ. അതിനാ അയ്യോ ഇട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അതെടുത്ത് അവൾ എൻ്റെ നെഞ്ചത്ത് പിന്നെ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ അതോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് എന്നെ പൊട്ടനാക്കുകയാണോ? കാര്യം പറയണം നിങ്ങൾ. ആ ജീവിച്ചിരിക്കുമ്പോ ചെയ്യേണ്ട കാര്യം ചെയ്യേ. ഞാൻ എപ്പോഴും പറയും, ജീവിച്ചിരിക്കുമ്പോ ചെന്ന് മുഖത്ത് നോക്കി കണ്ണെ നോക്കി കാര്യം പറയണം. അത് കേൾക്കുമ്പോൾ ഒരു മനോസുഖം വരും. മരിച്ചു കിടന്ന് ടോർപ്പിടോയും പാരയെല്ലാം വെച്ചു മരിച്ചു കഴിയുമ്പോൾ ചുമ്മാ എന്തിനാ? നമ്മൾ ഒത്തിരി കാര്യം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയാൻ.
അല്ല, നിങ്ങൾ ചിന്തിക്കരുത് ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ ദിവസം വന്ന് അയാൾ നമ്മളെല്ലാം പള്ളു പറഞ്ഞേച്ച് അല്ലല്ല, ഇതെല്ലാം എനിക്കൂടുള്ള ദൂത. പ്രസംഗിക്കുന്ന ഞങ്ങൾക്കല്ലേ ആദ്യം. സ്തോത്രം, സ്തോത്രം. ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതിൽ ഒന്നാമത്തെ തെളിവാ അടക്കം. അടക്കം. അയ്യോ, സ്വന്തം മാതാപിതാക്കളെ അടക്കിയതിന് ബഹളം ഉണ്ടാക്കിയ വീടുകളുണ്ട്. സഹോദരങ്ങള് പെട്ടി മേടിച്ചതിന്റെ കണക്ക്, തുണി മേടിച്ചതിന്റെ കണക്ക്. ഒരാള് ഉറക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടു, പെർവ്യൂമാരാ എടുത്തോണ്ട് പോയെന്ന്. കുറച്ചടിച്ചിട്ട് ബാക്കി. കാശില്ലാത്തവരല്ല, കാശില്ലാത്തവരാന്നേ അത് ശ്രദ്ധിക്കത്തില്ല. കണക്ക് കൂട്ടുക. ഞാൻ വേറൊരു രാജ്യത്തിരുന്നപ്പോൾ, സ്ഥലമൊന്നും പറയത്തില്ല, അവന്റെ അപ്പൻ മരിച്ചു. ഞാനിവിടെ ഇരിക്കുമ്പോൾ ആ ഫോൺ വന്ന്, നമുക്ക് പരിചയമുള്ളൊരു വീടാ, നല്ലൊരു അപ്പച്ചനും അമ്മച്ചി. അപ്പച്ചൻ മരിച്ചു. അവനവിടെ നല്ല പൊസിഷനും നല്ല ജോലിയൊക്കെയാ, സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയാ. സ്ഥലവും പേരും ഒന്നും ഞാൻ പറയത്തില്ല, സംഭവം പറയുക. സ്ഥലവും പേരും ഒക്കെ അത് മോശമാണ്, വ്യക്തിഗത്യ പാടില്ല, സംഭവം പറയുക. അറിഞ്ഞ ഉടനെ പെട്ടെന്ന് പോകണ്ടേ. അവൻ പിന്നെ ഇരുന്ന് ടിക്കറ്റിന് ബാർഗെയിൻ ചെയ്യുക. ടിക്കറ്റ് ഉണ്ട്, ബാർഗെയിൻ ചെയ്യുക. എന്നോടാ പറഞ്ഞ് 1000 രൂപ കുറച്ച് കിട്ടുകയാണ്, 3 ദിവസം കൂടെ നീട്ടി. അവസാനം എനിക്ക് അല്പം മനോവേദനയും വന്ന് ഞാൻ പറഞ്ഞു, പേര് പറഞ്ഞു, പിന്നീടാ നീ ഇങ്ങനെ ഈ ബാർഗെയിൻ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞു, അയാൾ ഉണ്ടാക്കിയിട്ട വസ്തുവിൽ ഒരു സെന്റ് ആ റോഡ് സൈഡിൽ വിറ്റാൽ മതി, നിനക്ക് പോലെ 5 ടിക്കറ്റ് എടുക്കാം. ഞാൻ എൻ്റെ ഭാഷയിലാ പറഞ്ഞത് കേട്ടോ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല, അത് ഇഷ്ടപ്പെടുകയല്ല, അതെൻ്റെ ഒരു ഭാഷയല്ലേ. ഞാൻ അത് വേണം ഇച്ചിരി പറയാം. ഞാൻ പറഞ്ഞേടാ, നിന്റെ തന്ത ഉണ്ടാക്കിയ, അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. ഇവനോട് അങ്ങനെ പറയണം, നിന്റെ തന്ത ഉണ്ടാക്കിയ വസ്തുവിലെ ആ റോഡ് സൈഡിലെ 1 സെന്റ് വിറ്റാ മതി, നിനക്ക് ഇതുപോലെ 4 ടിക്കറ്റ് എടുക്കും. അവൻ ബാർഗെയിൻ ചെയ്യുക. അല്ല, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ചിലര് ഇന്ന് ധരിച്ചു വച്ചത്, അതോടെ അത് ക്ലിയർ ആക്കണം. ധരിച്ചു വച്ചത് ഇന്ന് നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കത്തി, ചിലര് വന്ന് കത്തിച്ചു. ഇന്നലെ കാവാലം ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. ഇന്ന് പകല് വന്നില്ല, പക്ഷെ വൈകിട്ട് പുള്ളി കത്തിക്കും. നിങ്ങൾ ഒരാളെയും കൂടെ വിളിച്ചുകൊണ്ടും കൂടാ വന്നത്, പക്ഷെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറ. അങ്ങനത്തെ കത്തലൊന്നും നടന്നില്ലെങ്കിലും ഈ യോഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ജീവിതത്തിൽ ക്രമീകരണം വരുത്തി, ജീവിതത്തിൽ രൂപാന്തരമുണ്ടായി, ചില വിഷയത്തിൽ നാം ഒന്നുകൂടെ ഒന്ന് യഥാസ്ഥാനപ്പെട്ട് ദൈവത്തെങ്കിലേക്കും വചനത്തിലേക്കും പ്രമാണത്തിലേക്കും ഹൃദയം കൊണ്ട് മടങ്ങി വന്നാൽ യോഗം വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ഓരോ യോഗം കഴിയുമ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒത്തിരി മാറ്റം വരണം. സ്തോത്രം. അങ്ങനെ ഉണ്ടെങ്കിൽ യോഗം വിജയിച്ചു. മറുവശം ഞാൻ പറയാം കേട്ടോ. ഒരു നാണയത്തിന്റെ 2 വശമില്ലേ? മറുവശം. എനിക്ക് വേണ്ടപ്പെട്ടൊരു സ്നേഹിതനുണ്ട്, അവരും സാമ്പത്തികമായിട്ട് ചുറ്റുപാടുള്ളവരാ.
അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് ഞാൻ പറഞ്ഞു പപ്പായും മമ്മിയും നാട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുമോ? പിന്നെ വരുന്നുണ്ട്. വേറൊരു അമ്മയെ നാട്ടിലോട്ട് വിട്ടത് എനിക്കറിയാം. ടിക്കറ്റ് കാശില്ലാത്തവരെല്ലാം ഇഷ്ടം പോലെ ഉണ്ടെന്ന്, കോടിക്കണക്കിനുണ്ട്. അവസാനം ഒരു ടിക്കറ്റ് എടുത്തത് അള്ളെ എല്ലാ ഫ്ലൈറ്റും ഒരുപോലൊന്നും അല്ല. അല്ലെങ്കിൽ യാസം വിടാൻ മേല മിണ്ടാൻ മേല ഒരു തരത്തിന് നാട്ടിലെത്തിച്ചു. അങ്ങനെയുള്ളവരും ഉണ്ട്. എന്നാൽ വേറൊരു സഹോദരൻ ഞാൻ ചോദിച്ചു പപ്പായും മമ്മി, പിന്നെ പപ്പായും മമ്മിയും കൊണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും? പപ്പായ്ക്ക് ഇപ്പൊ 80-89, മമ്മിക്കും ഉണ്ട്, വയ്യ. ഞാൻ ചോദിച്ചു എങ്ങനെ യാത്ര? പിന്നെ യാത്ര വലിയ, പിന്നെ മൈക്ക് കൂടെ പറഞ്ഞു. ആ മായി തന്നെ പറഞ്ഞു അവര് അധ്വാനിച്ചത് ഇഷ്ടം പോലെ ഇരിക്കുക, അവര് ചത്തുപോയാൽ അത് ഞങ്ങൾക്കുള്ളതാണ്. പക്ഷെ അവര് ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്യേണ്ടതല്ല. അങ്ങനെയുള്ള മക്കളും ഉണ്ട്, അങ്ങനെയുള്ളവരും ഉണ്ട്. സ്തോത്രം. ഇതൊക്കെ ഇത്ര പറയുന്നത് ചില വിഷയം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിന് വേദനയുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് അല്ല, ആരെയും തേജോവധം ചെയ്യാൻ പറഞ്ഞതല്ല. സ്തോത്രം. നമ്മൾ ദൈവമക്കളാണ്, ആത്മീകരാണ്. നമ്മളെ കണ്ട് പഠിക്കണം. ശരീരം കൊണ്ട് മിസ്രയീം വിട്ടെങ്കിൽ ഹൃദയം കൊണ്ട് ഇപ്പോഴും. അതിന് ഒന്നാമത്തെ തെളിവായി ഇവർ പറയാ മിസ്രയീമിൽ ശവക്കോട്ടയിലായിട്ടാണോ നീ ഞങ്ങളെ ഇങ്ങോട്ട്. 2, ഇപ്പോഴും മിസ്രയീമിൽ ആ തെളിവ് ഇന്നലെ വായിച്ചു. ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കലിരുന്നെന്ന്. അത് തെളിവ്. 3, മിസ്രയീമിലാന്നുള്ള സംഖ്യ 11:4 ഇന്നലെ വായിച്ചതാ. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി. 4, ഹൃദയം കൊണ്ട് മിസ്രയീമിലാന്നുള്ള തെളിവ് ഇവരിടയ്ക്ക് പറഞ്ഞു നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്ത് മിസ്രയീമിലേക്ക് പോയേക്കാന്ന്. അങ്ങനെ പറഞ്ഞ നമുക്കൊരു സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം അല്ലയോ അമ്മാമേ? ഈ ഭാഗത്തുണ്ട്. അത് തന്നെ. വായിച്ചു. നാം ഒരു തലവനെ നിശ്ചയിച്ചു മിസ്രൈമിലേക്ക് മടങ്ങി പോകാം. എങ്ങനുണ്ട്? ഹൃദയം കൊണ്ട് ഇപ്പോഴും മിസ്രയീമിലാന്ന്. അതുകൊണ്ട് പ്രശ്നം വന്നപ്പോ ഇവര് പറയാ നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്താൻ ചങ്ങ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഹൃദയം കൊണ്ട് മിസ്രയീമിൽ പോകരുത്, ശരീരം കൊണ്ട് ഇനി അങ്ങോട്ട് പോകരുത്. വിട്ടത് വിട്ടു. പ്രൈസ് ദി ലോർഡ്. വിട്ടത് വിട്ടു. നമ്മുടെ ലക്ഷ്യം കനാനാ, നമ്മുടെ ലക്ഷ്യം അക്കരെ നാടാ. സ്തോത്രം. പഴയൊരു പാട്ടുണ്ട്, അറിയാവുന്നവർ വേണേ പാടിക്കോ. മായലോകം വിട്ട മരു വാസിയ പരദേശിക്ക് സിയോൻ പുരി എന്നൊരു നാടുണ്ട്. സ്വർഗ സിയോൻ പുരി. പൂച്ചക്കുഞ്ഞ് കരയും പോലെ ഇരുന്ന് പാടരുത്. മതി, ഇത് മതി. അപ്പൊ ശരീരം കൊണ്ട് ഇവര് മിസ്രയീം എന്ന് വിട്ടെങ്കിലും ഹൃദയം കൊണ്ട്, അതുകൊണ്ട് ആ തെള്ളിയിട്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാം, സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ പാടണം. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും.
ശരീരവും മാംസവും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആ നല്ല യാത്രയ്ക്കായി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പ് വെച്ചിരിക്കുന്ന ഓട്ടം നമുക്ക് സ്ഥിരതയോടെ ഓടാം. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്, ചിലർ മാത്രമാണ് ബിരുദ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ബിരുദ പ്രാപിക്കുന്നെങ്കിൽ ഇങ്ങനെ ഓടണം: അംഗം പോരുന്നവൻ സകലത്തിലും വർജനമാചരിക്കണം. ഓടിച്ച് മുമ്പോട്ട് പോകാം. ഒന്ന്, തെള്ളിയിടാൻ കാര്യം ഹൃദയം കൊണ്ട് അതാ തെള്ളിയിട്ടത്. രണ്ട്, തെള്ളിയിടാൻ കാരണം പെട്ടെന്ന് വായിച്ച് 106 സങ്കീർത്തനം 28 വാക്യം. സങ്കീർത്തനം 106:28 ഷടയെന്ന് വായിക്കണം. അനന്തരം അവർ ബാൽ പെയോറിനോട് ചേർന്ന് പ്രേതങ്ങൾക്കുള്ള ബലികളെ തിന്നു. ശ്രദ്ധിച്ചേ, ഈ മരുഭൂമിയിൽ തള്ളിയിടാനുള്ള രണ്ടാമത്തെ കാരണം ഇവര് പ്രേതങ്ങൾക്കുള്ള ബലി തിന്നു. ബാൽപയോറിനോട് ചേർന്നു. ആരായി ബാൽപയോർ? ഒറ്റ വാക്ക് പറയുക: ബിലയാം. മെസപ്പൊത്തോമയാകിലെ പദോരിൽ നിന്ന് ബയോരിന്റെ മകനാകുന്ന ബിലയാം, അതാണ് ബാൽപയോർ. ഇവർ ബാൽപയോറിനോട് ചേർന്നു എന്ന് പറഞ്ഞാൽ ബിലയാമിന്റെ ഉപദേശത്തോട് ചേർന്നു. പുതിയ നിയമത്തിൽ 3 പദമാ. 1 ബിലയാമിന്റെ വഴി, 2 ബിലയാമിന്റെ വഞ്ചന, 3 ബിലയാമിന്റെ ഉപദേശം. അത് യൂദായുടെ ലേഖനവും പത്രോസിന്റെ ലേഖനവും വെളിപ്പാട് പുസ്തകം. എടുത്ത് വായിപ്പിക്കുന്നില്ല. 3 പദമാ: ബിലയാമിന്റെ വഴി, ബിലയാമിന്റെ വഞ്ചന, ബിലയാമിന്റെ ഉപദേശം. എന്തുവാ ഈ ബിലയാമിന്റെ ഉപദേശം? ഈ സംഖ്യാപുസ്തകം 23, 22, 23, 24 ഈ അധ്യായങ്ങൾ മൊത്തം പഠിച്ചാൽ ബിലയാം ഈ വിധത്തിൽ ഉപദേശം പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഞാൻ മൊത്തം വായിച്ചു, അവിടെ എങ്ങും ബിലയാം ദുരുപദേശം പറഞ്ഞതായിട്ട് കാണുന്നില്ല. പുള്ളി പറഞ്ഞതെല്ലാം നല്ല കാര്യമാണ്. പുള്ളി പറഞ്ഞതല്ല അങ്ങനെ എഴുതിയേക്കുന്നത്. അവൻ സുഭാഷിതം ചൊല്ലിയെന്ന അങ്ങനെ എഴുതിയേക്കുന്നത് അല്ലേ? ഒക്കരുതാത്ത ഒരു കാര്യവും ബിലയാ പറഞ്ഞില്ല. സുഭാഷിതം അങ്ങനെ വായിച്ച 23 എത്രാം വാക്യം? അത് 7 അവൻ സുഭാഷിതം 3 സ്ഥലത്ത് വെച്ചാ സുഭാഷിതം ചൊല്ലിയത്. ഒന്നിവിടെ സുഭാഷിതം ചൊല്ലി. ഇനി അതിന്റെ 17 വാക്യം വായിച്ചു. ഇവിടെ സുഭാഷിതം ചൊല്ലിയെന്നില്ലേ? 18 അവിടെ ഈ സുഭാഷിതം ചൊല്ലിയെന്ന. ഇനി ഇവിടെ വായിച്ചേ. അവൻ സുഭാഷിതം ചൊല്ലിയെന്നല്ലേ? 3-ാം വാക്യമല്ലേ? കണ്ണാടി ഉണ്ടല്ലോ, പിന്നെ തന്നെ തപ്പല്. 23-ന്റെ 7-ഉം 23-ന്റെ 17-ഉം 18-ഉം 24-ന്റെ 3-ഉം ഒന്നുകൂടെ വായിക്കല്ലേ? അവിടെ സുഭാഷിതം ചൊല്ലി. ഇനി 18 സുഭാഷിതം ചൊല്ലി. ഇനി 24-ന്റെ 3 അവൻ സുഭാഷിതം. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ 3 സ്ഥലത്ത് സുഭാഷിതം ചൊല്ലി, സുഭാഷിതം ചൊല്ലി, സുഭാഷിതം. നല്ല കാര്യമാണ് പറഞ്ഞേ. യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിൽ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. അവന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു. രാജകോലാഹലം ഉണ്ട്, അവന്റെ മധ്യമുണ്ട്. യാക്കോബിന് ആഭിചാരം, യാക്കോബിനും ലക്ഷണമിത്ത് ഇസ്രായേലിന് ഫലിക്കത്തില്ല. നല്ല കാര്യങ്ങളാ. യാക്കോബിൽ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിൽ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം. ഇങ്ങനെയൊക്കെ സുഭാഷിതം നല്ല കാര്യമാണ്. ഇത് ചൊല്ലി. അപ്പൊ ഞാൻ ഒരിക്കലും ഇത് കണ്ടുപിടിക്കണമല്ലോ. ഇപ്പം കുരുക്കൊപ്പിച്ച എവിടാന്ന് ഇപ്പോൾ ഓർക്കുന്ന ബാംഗ്ലൂര് ഒരു അസംബ്ലി സോണിൽ ഒരു സഭയുണ്ട്. അപ്പൊ ഞാൻ എന്നെ അവിടെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. ശുശ്രൂഷ കഴിഞ്ഞ് വൈകിട്ട് വിശ്രമിക്കാൻ 3-ാമത്തെ നിലയിൽ തന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് പ്രാർത്ഥിച്ച് അല്പം പ്രാർത്ഥിച്ച് കിടന്ന് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റ് വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഇരിപ്പിരുന്ന്
വെളുക്കുവോളം വേദപുസ്തകം വായിച്ചു. അപ്പൊ ഈ ഭാഗമാണ് അപ്പൊ ഞാൻ ചിന്തിച്ചതൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഈ സുഭാഷിതം ചൊല്ലി നല്ല കാര്യമല്ല പുള്ളി പറഞ്ഞു. അപ്പൊ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ധ്യാനിച്ചു നോക്കിയപ്പോൾ ഇടയ്ക്ക് 24-ാം അധ്യായത്തിന്റെ അമ്മാമ ഇവിടെ വായിച്ചു. അത് എത്രാമത്തെ റെഫറൻസ് ആവും എന്ന് പറഞ്ഞ് 23 അപ്പൊ ഇവനെ ഇങ്ങോട്ട് നോക്കിയേ. ബാക്കി 23-ലും 24-ന്റെ 3-ലും ഒക്കെ സുഭാഷിതം ചൊല്ലി എന്ന നല്ല കാര്യമെല്ലാം പറഞ്ഞിട്ട് പുള്ളി പോകുന്ന സമയത്ത് ഒരു കുരുക്കൊപ്പിച്ചു. അതാണ് 24-ന്റെ 23 പിന്നെ അവൻ ഈ സുഭാഷിതം ചൊല്ലിയത് എനിക്ക് ഇന്നലെയും നല്ല ഭക്ഷണമൊക്കെ തന്നു, നന്ദിയുണ്ട്. ഇന്നും എന്നെ വിളിച്ച് പറഞ്ഞ് കഴിച്ചേച്ചേ പോകാവൂ, ഞാനെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ ദൈവം അനുവദിച്ചാൽ ചെയ്യൂ. പക്ഷെ വാക്യം വായിച്ചു തന്നപ്പം പനിയാ. എന്നാലും അടുത്തിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല വിശ്വാസി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ വേണം, അങ്ങനെ വേണം. തെറ്റിയിട്ടൊന്നുമില്ല, തെറ്റാതാ വായിച്ചത്. പക്ഷെ അത് ഞാൻ ഇങ്ങനെ വായിപ്പിക്കുന്നത്. മറ്റ് 3 വാക്യങ്ങളിലും അവൻ സുഭാഷിതം ചൊല്ലി എന്ന് പറഞ്ഞാൽ നല്ല കാര്യമെല്ലാം ചൊല്ലി ഇതെല്ലാം പറഞ്ഞേച്ച് പോകുന്ന വേളയ്ക്ക് 24-ന്റെ 23-ൽ പിന്നെ അവൻ ഈ സുഭാഷിതം കൂടെ ചൊല്ലിയേച്ചങ്ങ് പോയി. അതായത് ഇവന്റെ ദുരുപദേശം. മറ്റ് 3 വാക്യത്തിലും നല്ല കാര്യം പറഞ്ഞ് കണ്ടോ വാക്യം? ഇതെല്ലാം കണ്ടേച്ച് അവൻ പോകുന്ന പോക്കിന് ഈ സുഭാഷിതവും കൂടെ ചൊല്ലി. അതാണ് അവന്റെ ഉപദേശം. അവൻ ചെയ്ത ദുരുപദേശം ഒറ്റ വാക്കി പറയാം: അന്യജാതികളുമായിട്ട് ബന്ധം കൂടുന്നത് കുഴപ്പമില്ല. അതുകൊണ്ടാണ് 25-ാം അധ്യായത്തിൽ മോവാബ്യ സ്ത്രീകളുമായിട്ട് ഇവര് ഇടപെട്ട് അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവര് ദേവന്മാരുടെ ബലികൾക്ക് ചെന്ന് ശാപ്പാനും കഴിച്ചു, ദേവന്മാരെ വണങ്ങുകയും ചെയ്തു. അങ്ങനെ ക്രമക്കേട് വന്നു. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് വേർപാട് പാലിച്ച് തിരുമേശി കിടക്കുന്ന ഒരു ദൈവ പൈതൽ ആവിധ അനുഭവങ്ങളിൽ പെടാത്ത ഒരു വ്യക്തിയുമായി ബന്ധത കൂടാൻ പ്രമാണമില്ല. ഓടിച്ചും മുമ്പോട്ട് പോയങ്ങ് നിർത്താം. പണ്ടൊക്കെ പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കും, ബ്രോക്കറോ ഇടനിലക്കാരോ ചിലപ്പോൾ പാസ്റ്റർമാരായിരിക്കും, പരിചയക്കാരായിരിക്കും, അങ്ങനെ ആണല്ലോ. അപ്പം ചോദിക്കും, ഇന്നടുത്തൊരു ചെറുക്കനുണ്ട്, എന്നാൽ ഉറപ്പിക്കുകയല്ല. ഉടനെ പഴയ ആൾക്കാർ ചോദിക്കും, അവൻ രക്ഷിക്കപ്പെട്ടതാണ്. പണ്ട് പെന്തിക്കോസുകാരങ്ങനാ ചോദിക്കുന്നത്, അവൻ രക്ഷിക്കപ്പെട്ടതാണോ? ഉടനെ ഇടനിലക്കാര് പറയും, ആണോന്നോ? അവൻ AD മോസസിന്റെ കാലത്തെ അവരെല്ലാം ഉറപ്പിക്കത്തില്ല. അടുത്ത ചോദ്യം, അവൻ സ്നാനപ്പെട്ടതാണോ? പണ്ടങ്ങനെ ചോദിക്കും. എന്തുവാച്ചാ സ്നാനപ്പെട്ടത്? അവന്റെ സ്നാനത്തിന് എന്തോ ആളായിരുന്നു. തൂക്കുപാലത്തെ വരെ ആൾക്കാർ ഞാന്ന് കിടന്നേ അവന്റെ സ്നാനം കാണാൻ. ഭയങ്കര സ്നാനമല്ലായിരുന്നു. കുഞ്ഞുമ്മൻ പാസ്റ്റർ അവനെ അസംബ്ലി സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുമ്മച്ചാന്റെ കാര്യം പറഞ്ഞത്. മര പറഞ്ഞല്ലേ കൊടിയിടണ്ട്. ഭയങ്കര സ്നാനം. ഉറപ്പിക്കത്തില്ല. അടുത്തത് ചോദിക്കട്ടെ, അവൻ അഭിഷേകം പ്രാപിച്ചതാണോ? പണ്ടങ്ങനെ ചോദിക്കും. ആണോന്നോ? അവന്റെ അടുത്ത് പോലും. ഇന്നാള് ഞാൻ അടുത്തിരുന്ന് എൻ്റെ ഭാര്യയല്ലോ ഒരെണ്ണം, അവൻ ആത്മാവിലായതാ. എന്തോ അഭിഷേകം. എന്നാലും ഉറപ്പിക്കത്തില്ല. അടുത്ത ചോദ്യം, അവൻ സഭായത്തിന് പോകുമോ? കാരണം അഭിഷേകം പ്രാപിച്ചാലും സഭയെ വരികയല്ല, പ്രാപിച്ച് വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കുക. അങ്ങനെയുള്ള വിദ്വാന്മാരും ഉണ്ട്. അതാ ചോദിക്കുന്നത്, അവൻ സഭായത്തിന് പോകുവോന്നോ? അയ്യോ, അവനല്ലയോ ഹോള് തുറക്കുന്നതും ഹോള്. രണ്ടാമത് പറഞ്ഞ ആൾക്കാർ ഇപ്പം മിക്കടത്തും ഉണ്ട്. ഏതാ? എന്നാലും ഉറപ്പിക്കത്തില്ല. അടുത്ത ചോദ്യം, അവൻ തിരുമേശ എടുക്കുന്നു. പണ്ടൊക്കെ അങ്ങനെ ചോദിക്കും, അവൻ തിരുമേശ
അതോ തിരുമേശയായിട്ട് വരുമ്പോ സായിബാബ നിൽക്കും പോലാന്നോ? അതൊക്കെ ചോദിക്കും. പണ്ട് പറയും എടുക്കുവന്നോ? അയ്യോ, അവൻ എടുക്കുകയും ചെയ്യും, ബാക്കി വരുന്ന മുഴുവൻ നിന്ന് കുടിക്കുകയും ചെയ്യും. ബാക്കി വരുന്നതേ അവൻ അവിടെ നിന്നങ്ങ്, പിന്നെ ഒന്നാമത് ഈ ചൂടുവെല്ലാം പിടിച്ച് പരവേശം എടുത്തിരിക്കല്ലേ. പണ്ടൊരു തള്ളയ്ക്ക് കൊടുത്തപ്പോൾ അത് മുഴുവൻ അങ്ങ് വലിച്ചു കുടിച്ചു. ഉപദേശം പറഞ്ഞ് മുഴുവൻ കുടിച്ചു. അവർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത് തോർത്താ ഇത്ര ഒന്നും കുടിച്ചാലും പോരെ, ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തരാൻ പറയാം. തള്ള ഈ ചൂടെല്ലാം പിടിച്ച് പരവേശം എടുത്തിരിക്കുക. അപ്പൊ പണ്ട് ചോദിക്കും, അവൻ തിരുമേശ എടുക്കുമോ? അവിടെ എടുക്കും. എന്നിട്ടും ഉറപ്പിക്കുകയല്ല. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, സഭായത്തിന് പോകുമോ, തിരുമേശ എടുക്കുമോ? ഇതൊക്കെ പണ്ട് ചോദിക്കും. ഒടുവിൽ ചോദിക്കും, അവൻ ദശാംശം കൊടുക്കുന്നവനാണോ? അതുകൂടെ ചോദിക്കും. ഉടനെ ഇടനിലക്കാരൻ പറയും, ബേച്ച അവൻ ദശാംശം അല്ല കൊടുക്കുന്നത്, ഗലാത്യർ 6:6 അവന്റെ പ്രമാണം. എന്തുവാ? വചനം പഠിപ്പിക്കുന്നതിന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നവന് എല്ലാ വചനം പഠിപ്പിക്കുന്നവന് അതാ അവൻ ആ പ്രമാണമാണ് എന്ന് പറഞ്ഞ. അവൻ ദശാംശമല്ല, ഓഹരി കൊടുക്കുന്നവനാ. അപ്പൊ വീട്ടുകാർ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചെറുക്കനെ ഒന്ന് കാണുകയും ഒന്ന് ഉറപ്പിക്കുകയൊക്കെ ചെയ്യാം. തിരിച്ച് പെൺകുട്ടിയുടെ കാര്യം വരുമ്പോഴും അങ്ങനെ ചോദിക്കും, അവൾ രക്ഷിക്കപ്പെട്ടതാണോ? ഈ ചോദ്യം തന്നെ അങ്ങോട്ടും ചോദിക്കും. അങ്ങനെയാണെങ്കിലേ ഉറപ്പിക്കൂ. ഇന്നോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ചെറുക്കൻ? അവനൊരു 6 പൊക്കമൊക്കെ ഉണ്ട്, നല്ല നെഞ്ചുവിരിവാ. എന്നാലും എങ്ങനെയുണ്ട് അവന്? നല്ല കാണാനൊക്കെ നല്ല നല്ല ഫിഗർ. എങ്ങനെയുണ്ട് ചുറ്റുപാട്? ഷർട്ട് ഊരിയ ചുറ്റും പാടാ. കാരണം അവന്റെ സൽസ്വഭാവം കൊണ്ട് നാട്ടുകാരെല്ലാം ചുറ്റുപാട്, പിന്നെ നല്ല ചുറ്റുപാടാ. അവൻ രക്ഷിക്കപ്പെട്ടതാണോ? അവന് ദൈവം ഒന്നും ഉണ്ടെന്നും സ്വർഗവും നരകവും ഉണ്ടെന്നും വലിയ വിശ്വാസം. അത് കുഴപ്പമില്ല. അവൾ ചെല്ലുമ്പോൾ അവൻ തന്നെ അത് ഉള്ളിക്കൊണ്ട് പറയും നരകം ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചോളും. അത് കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ദൈവമക്കളോട് പറയാം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ഈ കൂട്ടായ്മയ്ക്കുന്ന നീയെ ഈ വിധ അനുഭവത്തിൽപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധത പാടുള്ളൂ. അല്ലെങ്കിൽ ബിലയാമിന്റെ ഉപദേശത്തിലാണ്. തെളിയിടാനുള്ളതിന്റെ രണ്ടാമത്തെ കാരണം, ഇവര് ബാൽ പെയോറിനോട് ചേർന്നു. 3 പ്രേതങ്ങൾക്കുള്ള എല്ലാം കഴിക്കാനും കൂടാനും തിന്നാനും നമുക്ക് പ്രമാണമില്ല. 28 കെട്ടിനൊന്നും പെന്തിക്കോസുകാർ പോകരുത്. അക്രൈസ്തവരും സമുദായക്കാരും ഹൈന്ദവ സ്നേഹിതന്മാരുണ്ട്, രക്ഷിക്കപ്പെടാത്തവർ, അവരുടെ കാര്യമല്ല. ആദ്യമായിട്ട് ചിലപ്പോൾ ഇതിനകത്ത് വന്നവരുണ്ട്, അതിഥികളായി വന്നവരുണ്ട്, ബഹുമാന്യരായ നിങ്ങളുടെ കാര്യമല്ല. നിരന്തരം ഈ സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശ എടുക്കുന്ന നിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 28 കെട്ടിന് പോകരുത്, മാമോദിസായ്ക്ക് പോകരുത്, ആണ്ടിയാത്തത്തിന് പോകരുത്, അടിയന്തരത്തിന് പോയി കഴിക്കരുത്, മരണവീട്ടിൽ പോകണം. മരണാനന്തര ചടങ്ങിന് പോയി നെയ്യപ്പോ ഉണ്ണിയപ്പോ ഒന്നും 40 നെയ്യപ്പം എന്നാ ഒരു 10 ഇങ്ങോട്ട് തന്നേരാം മാമേ, ബെറ്റിക്കോട്ട് കൂട് കാണുമോ? ഇപ്പൊ അത് അങ്ങനത്തെ കൂടൊന്നും പാടില്ലെന്നാ. ഒരു കാര്യം ചെയ്യും സൂസമ്മ, ഞാൻ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് നെയ്യപ്പം അടിയന്തരത്തിന് നെയ്യപ്പം എല്ലാം തിന്നേച്ച് ഞായറാഴ്ച വന്നേച്ച് എന്നാ മാമൻ എന്നാന്നറിയാമല്ലേ, കൈ അടിച്ച് വരുമ്പോ ഇവിടെ ഒരു ഇവിടുത്തെ നെയ്യപ്പവാ. അതുകൊണ്ട് വാവ പെരുന്നാള് ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങൾ കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാ. അവൻ തിരുമേശ കെടുക്കുന്ന നീ വേറെ മേശയ്ക്ക് പോകരുത്. വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്.
ക്രിസ്തുമസ് കേക്ക് ഒന്ന് മേടിച്ച് നമ്മൾ പിന്നെ മേടിച്ചില്ലല്ലോ, ആരിലും കൊണ്ടു തന്ന സ്തോത്രം. അതിന് തക്ക സമയത്ത് തങ്കമ്മ കൊണ്ടുവന്ന് മാർബിൾ കേക്കാന്നോ തങ്കമ്മേ? എവിടെ നിന്ന് മേടിച്ച? മീറ്റാ പാലസിൽ നിന്നാന്നോ? മയം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ പപ്പ അങ്ങനെ ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ ഈ കേക്ക് പപ്പായ്ക്കും ഞാൻ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഏത് കേക്കാ? മനസ്സിലാവുന്നുണ്ടോ? ഈസ്റ്ററിന് അപ്പം താറാവ് കറി നമ്മൾ വെക്കണ്ട, അപ്പുറത്തുകാരും ഉണ്ട്. സ്തോത്രം സ്തോത്രം. അത് മേടിച്ച് സ്തോത്രം. ഓണസദ്യ ഉണ്ടെന്ന് പെന്തിക്കോസുകാരും ഉണ്ട് ഉണ്ട്. ഇപ്പൊ കടയിൽ പോയ, കടയല്ല, ഹോട്ടലുകളിൽ പോയാൽ മതി. എൻ്റെ അമ്മാമ്മ ഇത്തവണ ഉപ്പേരി വറക്കാൻ ഒത്തില്ല, കാ കിട്ടിയില്ല, ഭയങ്കര വിലയായിരുന്നു. ഉണ്ടെങ്കിൽ 2 കാ ഞങ്ങൾക്കൂടെ. എന്നെ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ ജാതികൾ ബലികടിക്കുന്ന ദൈവത്തിനൊന്നും അല്ല. വേർപാട് പാലിക്കണം. കുഞ്ഞുങ്ങൾക്കും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആരും പട്ടുപോകരുത്, ആരും നശിച്ചു പോകരുത്. അപ്പൊ ഈ തെള്ളിയിടാൻ 38 കൂട്ടം കാര്യമാ. അതിൽ ഒന്ന് ബാൽപെയോറിനോട് ഹൃദയം കൊണ്ട് മിശ്രയും പോയി, 2 ബാൽപെയോറിനോട് ചേർന്ന് 3 പ്രേതങ്ങൾക്കുള്ള ബലി നിന്നു, 4 അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. 38 കാര്യം പറയാൻ നേരമില്ല, ഇതുകൂടെ പറയാം, അതും വിശദീകരിക്കുന്നില്ല. 4 തെള്ളിയിടാനുള്ള 4ാമത്തെ കാര്യം 106:24 വായിച്ചോ? സങ്കീർത്തനം 24. ഇച്ചിരൂടെ ഉറക്കെ വായിക്കുകയായിരുന്നേ വളരെ നല്ലതായിരുന്നു. അല്ലല്ല, അവർ മനോഹര ദേശത്തെ നിരസിച്ചു. ഈ തെള്ളിയിടാനുള്ളതിന്റെ 4ാമത്തെ കാരണം ഇവർ മനോഹര ദേശത്തെ നിരസിച്ചു എന്ന് പറഞ്ഞാൽ കനാനെ ഇവര് നിരസിച്ചു. കനാന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. സുന്ദര സുരബലമായ ദേശം, ഫലമൂലാദികളാൽ നിബിഡീകൃതമായ നല്ല ദേശമാണ് കനാൻ നാട്. ഞാൻ പറയാറുണ്ട്, ഏതൻ തോട്ടം കഴിഞ്ഞാൽ ഏറ്റവും നമ്പർ 1 സ്ഥലമായിരുന്നു കനാൻ. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: കേരവും ജംഭീരവും ഈന്തലും കരിമ്പുള്ളി പേരയുന്നാകരംഗം ആകന്തം മാതുളങ്കം ആമ്രങ്ങൾ ആമറാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാം താത്രി താലജാലങ്ങൾ പീലുക്കളും പീലുകാപ്പി ഗന്ധപുഷ്പങ്ങളെ ജമ്പുകമ്പകളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തക്ഷതം, സപ്തം 7, ക്ഷതം പാല, 7 പാല, ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബെറി നെല്ലിക്ക, ഇതെല്ലാം ഉണ്ടായിരുന്നെന്ന് ആട്ടെ വിവരിക്കുന്നില്ല. സുന്ദര സുരബലമായ ദേശം. ഈ ദേശത്തിന്റെ വിശേഷത ഒരു വാക്യം വായിച്ചങ്ങ് നിർത്താം, അതേ പോക്കുകള്. ആവർത്തന പുസ്തകം 8:7 കനാൻ നാടിന്റെ പ്രത്യേകത. പുറപ്പാട് 3:7, 3:18, സങ്കീർത്തനം 106:23. ഇതെല്ലാം വായിക്കേണ്ടതാ, നേരമില്ല. ആവർത്തനം 8:7 ഉറക്കെ വായിക്കേ. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അത് താഴ്വരയ്ക്കും മലയ്ക്കും പുറപ്പെടുന്ന നീരടുക്കളും ഉറവകളും തടാകങ്ങളുമുള്ള ദേശം, ഗോതമ്പ് യവവും മുന്തിരിയും അത്തിയും മാതളമുള്ള ദേശം, ഒലിവ് വൃക്ഷവും തേനുമുള്ള ദേശം, സുഭിക്ഷമായിട്ട് ഉപജീവനം കഴിക്കാവുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായ ദേശം, കല്ല് ഇരുമ്പാങ്ങിരിക്കുന്നതും മലകളിൽ നിന്ന് താമ്രം വെട്ടിയെടുക്കുന്നതുമായ ദേശം. നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം.
ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തി. ഇതൊക്കെ നിന്ന് മണിക്കൂർ എടുത്ത് വ്യാഖ്യാനിക്കണം. ദേശത്തിന്റെ പ്രത്യേകത അല്ലയോ ഇസ്രായേല്, നല്ല ദേശത്തേക്കാ ദൈവം നിന്നെ കൊണ്ടുപോകുന്നത്. ഞാൻ പെന്തിക്കോസുകാരോട് പറയുക, ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം, നീ രക്ഷിക്കപ്പെട്ടതാ നിന്റെ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം, യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്തതാ ഭാഗ്യം, നീ ഒരു ദൈവവൈതലായി തീർന്നതാ ഭാഗ്യം. എന്റെ ഭാഷ ഞാൻ പറയും, നീ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. ഞാന് ബിബ്ലിക്കലായിട്ട് രക്ഷയാ നമ്മുടെ അടിസ്ഥാനം. എന്റെ ഭാഷ പറയും, ഈ പെന്തിക്കോസ് വന്നതാ ഭാഗ്യം. മാന്യമായിട്ടും യോഗ്യമായിട്ടും ജീവിക്കാനും ഇടപെടാനും അന്തസ്സോടെ ഭക്തിയോടെ ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കാൻ ഇടയായി ഇത് പെന്തിക്കോസ് വന്നത് കൊണ്ടാ. ഞാൻ പെന്തിക്കോസ് വന്നിട്ട് 33 കൊല്ലമാകുന്നു, ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായെന്ന്. തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ മാമേ? കമ്മലുമാല ഊരിയത് അബദ്ധമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് സ്തോത്രപ്പോ പോട്ടത്തരമൊക്കെ ഇരുന്ന് കാണിക്കരുത്. ചെല്ലു ചോദിക്കും, എന്തിനാ കമ്മലുമാല ഊരി? എന്നാ നമ്മൾ മറുപടി പറയുന്നേ? എന്നാ മറുപടി പറയും? അല്ല, ആരെങ്കിലും വന്ന് ചോദിക്കുക എന്തിനാ ചെല്ല ഊരി കളഞ്ഞെന്ന് ചോദിച്ചാൽ എന്നാ പറയും? ഇതുവരെ ചോദിച്ചില്ല. അഥവാ ആരെങ്കിലും വന്ന് ചോദിച്ചാലോ? സ്തോത്രം. വേണ്ട. സ്തോത്രം. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ യേശുവിനെ അറിഞ്ഞതാ നിന്റെ ഭാഗ്യം. നല്ല ദേശത്തേക്ക് ആ ദൈവം നിന്നെ കൊണ്ടുവന്നത്. കോലമ്പ്, യവോ, മുന്തിരി, അത്തി, മാതളോ അതൊക്കെ ഒന്നിനൊന്നിന് മെച്ചമാ. അത്തി രോഗശാന്തി തരുന്നതാ, മുന്തിരി നിന്നെ ശക്തീകരിക്കുന്നതാ, നാരങ്ങ നിന്നെ തണുപ്പിക്കുന്നതാ. എന്ന് പറഞ്ഞാൽ ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ഇതിനകത്ത് രോഗശാന്തിയുണ്ട്, ഇതിനകത്ത് സൗഖ്യമുണ്ട്, ഇതിനകത്ത് സമാധാനമുണ്ട്, ഇതിനകത്ത് ആശ്വാസമുണ്ട്. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ ദൈവവൈതലായി തീർന്നതാ നിന്റെ ഭാഗ്യം. അതുകൊണ്ട് മനോഹര ദേശത്തെ നിരസിക്കരുത്. എന്ത് വന്നാലും, എന്ത് കഷ്ടം വന്നാലും, എന്ത് പോരാട്ടം വന്നാലും, മുമ്പേ കേട്ടതുപോലെ മഹാദാരിദ്ര്യം വന്നാലും, കഷ്ടതയുടെ കഠിന ശോധന വന്നാലും, ആക്ഷേപങ്ങളും അപമാനങ്ങളും നിന്ദകൾ വന്നാലും, ദൈവത്തിന്റെ പൈതലെ നീ ക്ഷീണിക്കരുത്, തളർന്നു പോകരുത്, മടുത്തു പോകരുത്. ആത്മശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ കൃപ പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഞാൻ ഈ പ്രസംഗത്തിന്റെ ഓർപ്പിച്ചല്ലോ, 38 കാര്യമുള്ളതിൽ ഒരു 4 കാര്യത്തിലേ വന്നോളൂ. മതി, ഗുണമാകാനാന്ന ഇതൊക്കെ മതി, അത് മതി. ഇനി പിന്നെ ബാക്കിയും കൂടെ കേൾക്കാൻ, എന്നിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തിന് ഹിതമുണ്ടെങ്കിൽ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ, സഭയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ, കർത്തദാസനും അതിന് സാവകാശം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എന്നേലും കേൾക്കാം. അതല്ല എങ്കിൽ ഇത് കേട്ടാലും നരകത്തിൽ പോകരുത്. കേട്ടാലും ബാക്കി കേട്ടില്ലെങ്കിലും നിത്യതയെ കാണണം. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക് യോഗം അങ്ങ് നിർത്താം. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ ഓർക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടിയും കുടുംബത്തിനും ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരുടെയും വിനീതമായിട്ട് അപേക്ഷിക്കുക. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൻ കണ്ണൂന്തി കുടിച്ചെന്നാലോ, ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൻ കണ്ണൂന്തി കുടിച്ചെന്നാലോ, ദേഹി ദുഃഖത്താൽ ചെന്നാലോ, എല്ലാം പ്രതികൂല. ഓ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാൽ, ഓ എല്ലാം പ്രതികൂല. എന്നാലോ യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കിയോ തം ചെയ്യും,
ജീവൻ വെച്ച് ജീവൻ വെച്ച് കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇന്നലെ പകലും വൈകിട്ടും ഇന്ന് ഈ രാത്രി യോഗത്തിലും ഈ മാന്യസഭയിൽ വന്ന് ശുശ്രൂഷിപ്പാനും ബഹുമാന്യരായ നിങ്ങളോട് ദൈവവചനം സംസാരിപ്പാൻ ദൈവം കൃപ നൽകി. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ആദരണീയ കർത്തദാസനും കുടുംബത്തിനും ഈ സഭയുടെ ചുമതലപ്പെട്ടവർക്കും നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.